ചൂഷിതന്റെ പടയണി, നിങ്ങളെ തളയ്ക്കുവാനി ചൂഷിതന്റെ പടയണി. ഇന്നി ഭരണ സംവിധാനം ചെങ്കോലിന്റെ ശക്തിയും പാവപ്പെട്ടവർ ജനങ്ങൾ തന്നതാണെന്നോർക്കുക. നയിച്ചിടാമി മുന്നണി, ABA മുന്നണി, അജയ്യമായ മുന്നണി. പടനയിച്ചു പടജയിച്ചു ശക്തമായ 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 മുന്നണി.
സമരതാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. സമരതാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. വയൽ പരപ്പിലപ്പുറത്തു നിന്നു മാറവങ്ങൾ നേരുന്നു നേരിന്റെ നേരം. സമയമേ സമതയിൽ പുലരുന്നീതരാ. സമയമേ സമതയിൽ പുലരുന്നീതരാ. കണ്ടു നമ്മൾ അസമമീ അരുതുകൾ. അന്നും നമ്മളേന്തി ചൊരിമണൽ വഴികളിൽ പതാകകൾ ചെറാതുകൾ ചുവന്നുപോയി വാനം. പതാകകൾ ചെറാതുകൾ ചുവന്നുപോയി വാനം. സമരതാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. സമരതാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. പണിത്തളങ്ങളൂതിവിട്ട കാറ്റിലിമ്പമേറി മെയ് ഒന്നിലൊന്നായിടുന്നു. സമയമേ സമതയിൽ പുലരുന്നീതരാ. വാനം പൂവാനം മേലെ താരം പൊൻതാരം. ത്യാഗോജ്വല തീരം തൂവും നേരിന്നഭിവാദ്യം. വാനം പൂവാനം മേലെ താരം പൊൻതാരം. സമരതാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. സമരതാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. വയൽ പരപ്പിലപ്പുറത്തു നിന്നു മാറവങ്ങൾ നേരുന്നു നേരിന്റെ നേരം. സമയമേ സമതയിൽ പുലരുന്നീതരാ. സമയമേ സമതയിൽ പുലരുന്നീതരാ. സമരതാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. സമരതാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. വയൽ പരപ്പിലപ്പുറത്തു നിന്നു മാറവങ്ങൾ നേരുന്നു നേരിന്റെ നേരം. സമയമേ സമതയിൽ പുലരുന്നീതരാ. സമയമേ സമതയിൽ പുലരുന്നീതരാ.
കണ്ടു നമ്മൾ അസമമീ അരുതുകൾ അന്നും നമ്മളേന്തി ചൊരിമണൽ വഴികളിൽ പതാകകൾ ചെറാതുകൾ ചുവന്നുപോയി വാനം പതാകകൾ ചെറാതുകൾ ചുവന്നുപോയി വാനം സമരധാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം സമരധാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം അടിത്തളങ്ങളൂതി വിട്ട കാറ്റിലിമ്പമേറി മെയ് ഒന്നിലൊന്നായിടുന്നു സമയമേ സമതയിൽ പുലരുമീതാ സഖാക്കളെ, വേദിയുടെ പിൻഭാഗത്തിരിക്കുന്ന എല്ലാ സഖാക്കളും മുന്നിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വേദിക്ക് പുറത്ത് നിൽക്കുന്നവരും ദയവ് ചെയ്ത് ഉള്ളിലേക്ക് കടന്നിരിക്കുക. പതാകകൾ ചെറാതുകൾ ചുവന്നുപോയി വാനം പതാകകൾ ചെറാതുകൾ ചുവന്നുപോയി വാനം സമരധാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം സമരധാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം അടിത്തളങ്ങളൂതി വിട്ട കാറ്റിലിമ്പമേറി മെയ് ഒന്നിലൊന്നായിടുന്നു സമയമേ സമതയിൽ പുലരുമീതാ
സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം സമരധാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം വയൽ പരപ്പിലപ്പുറത്തു നിന്നു മാറവങ്ങൾ നേരുന്നു നേരിന്റെ നേരം സമയമേ സമതയിൽ പുലരുന്നീ സമയമേ സമതയിൽ പുലരുന്നീ കണ്ടു നമ്മൾ അസമമീ അരുതുകൾ അന്നും നമ്മളേന്തി ചൊരിമണൽ വഴികളിൽ പതാകകൾ പൊതുസമ്മേളനത്തിൻ്റെ പരിപാടികൾ ഉടനെ ആരംഭിക്കേണ്ടതുണ്ട്. വേദിക്ക് പുറത്തു നിൽക്കുന്ന എല്ലാ സഖാക്കളും ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പൊതുസമ്മേളന പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിലേക്കായി വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈ പൊതുസമ്മേളനത്തിൻ്റെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ 37ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് സി അനന്തകൃഷ്ണനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി ഇന്നത്തെ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റുമായ സഖാവ് എൻ ശങ്കറെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പ്രിയങ്കരിയായ സോണൽ ഹെഡ് ശ്രീമതി രേണു കെ നായർ ഏത് സമയവും ഇവിടെ എത്തിച്ചേർന്ന ഉടനെ അവർ നമ്മോടൊപ്പം ചേരുന്നതാണ്. അടുത്തതായി എനിക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ജി രമേശ് റാവുവിനെയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാധ്യനായ സഖാവ് കെ എസ് കൃഷ്ണ. അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. അടുത്തതായി ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ കരുത്തനായ സാരഥി ജനറൽ സെക്രട്ടറി സഖാവ് ബി രാംപ്രകാശ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് എംപ്ലോയീസ് യൂണിയൻ കേരളയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും
നമ്മുടെ മാർഗദർശിയും കരുത്തും ശക്തിയുമായ നമ്മുടെ മുൻ പ്രസിഡന്റ്, മുൻ ജനറൽ സെക്രട്ടറി സഖാവ് PS ബാലനെയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് പത്മനാഭൻ M. കോമ്രേഡ് പത്മനാഭൻ, വെൽക്കം ടു അവർ പബ്ലിക് സെഷൻ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എക്കാലവും നമ്മുടെ മാർഗദർശിയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംബന്ധിച്ചോളം നമ്മുടെ എൻസൈക്ലോപീഡിയയായ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തമിഴ്നാടിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് A. ചിദംബരം, അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ ചെയർമാൻ ആദരണീയനായ സഖാവ് CP മോഹൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി 37ാം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ 37ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ റിസപ്ഷൻ കമ്മിറ്റി സ്വാഗത സംഘ ചെയർമാൻ സഖാവ് PR സുരേഷ്, അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ 37ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ സഖാവ് ഗോകുൽ UK പിള്ള, അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻകാല നേതാവും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയറേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ സഖാവ് TN ഗംഗാധരൻ, അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് V. രജീന്ദ്രൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സഖാവ് ബിജോയ് K, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ ട്രഷറർ സഖാവ് അനിൽകുമാർ K, അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ തുടർ ചടങ്ങുകൾക്കായി അധ്യക്ഷന് മൈക്ക് കൈമാറും. നന്ദി. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ സഖാവ് PR സുരേഷ് ക്ഷണിച്ചുള്ളൂ. യോഗാധ്യക്ഷൻ സഖാവ് അനന്തകൃഷ്ണൻ, വേദിയിലെ സമാരാധ്യരായ AIBയുടെയും AKBFിൻ്റെയും യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെയും സമാരാധ്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, വലിയ ആരവങ്ങളിലാണ് രാജ്യം ഇന്ന് നിലകൊള്ളുന്നത്. രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ കർഷക സമരത്തിൻ്റെ വലിയ തീജ്വാലയാണ്
ഉയർത്തിക്കൊണ്ടുവരുന്നത്. കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന സമരാഗ്നി അത് കർഷകരുടെ മാത്രം പ്രശ്നമല്ല എന്ന് തിരിച്ചറിയുന്നവരാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ആകമാനം. നാമും അതിൻ്റെ ഭാഗമാണ് എന്ന് പൂർണ്ണ ബോധ്യത്തിലായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. ആരവങ്ങൾക്കിടയിൽ വലിയ നിലവിളികളാണ് ഉണ്ടാവുന്നത്. വലിയ വലിയ നിലവിളികൾ. ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു രാജ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ തൊഴിലാളികൾക്കും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും കൂടുതൽ കൂടുതൽ ഉണർവ്, ശക്തി, സംഘടനാബോധം, ആശയവ്യക്തത എന്നിവ ഉണ്ടാകേണ്ടതുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കേരളയുടെ 37ാമത്തെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ സമാരംഭിക്കുന്നത്. നാം 12ാം ഉഭയകക്ഷി കരാറിൻ്റെ ഒപ്പിടൽ കർമ്മത്തിനായി കാത്തിരിക്കുകയാണ്. അവിടെ നമ്മുടെ സേവന വേതന വ്യവസ്ഥകളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട്, നമ്മുടെ ജോലി സുരക്ഷത ഉറപ്പാക്കിക്കൊണ്ട് മുന്നേറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. വ്യാകുലതകൾ അവിടെയല്ലല്ലോ. ഈ വ്യവസായം നിലനിർത്തുന്നതിൽ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും, ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. തൊഴിലാളിക്ക് ഏറ്റവും ശക്തമായി പ്രയോഗിക്കാവുന്നത് അവരുടെ പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമാണ്. അത് നിയമങ്ങളിലൂടെ ഇല്ലാതാക്കുവാനും കോർപ്പറേറ്റുകൾക്ക് സഹായകരമാകുന്ന തരത്തിലേക്ക് മാറുവാനും കഴിയുന്ന തരത്തിലാണ് രാജ്യത്തെ ഭരണകൂടങ്ങൾ മുന്നേറുന്നത്. നാം സംഘടനയോടുള്ള പ്രതിബദ്ധത ഊട്ടി ഉറപ്പിക്കേണ്ട, കൂടുതൽ ശക്തമാക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് മാത്രമാണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ അവസരത്തിൽ കൂടുന്ന ഈ സമ്മേളനത്തിൽ യൂണിയൻ ബാങ്കിൻ്റെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന് വേണ്ടിയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ 37ാം സംസ്ഥാന സമ്മേളനത്തിലേക്കും സ്നേഹപൂർവ്വം സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നിങ്ങളുടെ പ്രസിഡന്റ് കോമ്രേഡ് സി അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണനെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരുടെയും അനുവാദത്തോടെ സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ആൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കോമ്രേഡ് എൻ ശങ്കരയാണ്. എൻ ശങ്കരെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സ്നേഹപൂർവ്വം ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന് വേണ്ടി ഈ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരാമെത്തിയിട്ടുള്ളത് GMM സോണൽ ഹെഡുമായ ശ്രീമതി രേണു കെ നായർ. രേണു കെ നായരെ അവരുടെ അഭാവത്തിലും ഉടൻ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിലും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ, നിരവധി നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കോമ്രേഡ് KS കൃഷ്ണ നമ്മുടെ എല്ലാം സ്നേഹാദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. കോമ്രേഡ് PS ബാലൻ, നമ്മുടെ എല്ലാം ബാലേട്ടൻ, പ്രിയപ്പെട്ട ബാലാജിയെ വാക്കുകളിൽ ഒതുങ്ങാത്ത സ്നേഹത്തിലും ആദരവോടുകൂടി തന്നെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു.
യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് റിട്ടയറീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി എൻ ഗംഗാധരനെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന രമേശ് റാവു, നിങ്ങളുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുക. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോമ്രേഡ് ബി രാംപ്രകാശിനെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ 37ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കോമ്രേഡ് CP മോഹനൻ, ചെയർമാൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ ചെയർമാൻ CP മോഹനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോമ്രേഡ് രാജേന്ദ്രൻ V, വൈസ് പ്രസിഡന്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കേരള, ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ആശംസിക്കുക. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സഖാവ് K ബിജോയിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. വിശിഷ്യ നമ്മുടെ മുൻ ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ കൺവീനറുമായ സഖാവ് CD ജോസനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ഓർഗനൈസ് സെക്രട്ടറി സഖാവ് U ഷാജി, ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ട്രഷറർ സഖാവ് ജയപ്രകാശ്, സെക്രട്ടറി ജയപ്രകാശ്, കാണുന്നില്ല പലരെയും, എവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ സമ്മേളനം വിജയിപ്പിക്കുവാനും ഈ സമ്മേളനത്തിൽ ക്രിയാത്മകമായി പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും ഇനി വരും കാലങ്ങളിലേക്ക് ഈ സംഘടനയെയും ഈ പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കുവാനും നിങ്ങൾക്ക് ഏവർക്കും കഴിയണമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന തമിഴ്നാടിൻ്റെ ജനറൽ സെക്രട്ടറി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ തമിഴ്നാട് ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് A ചിദംബരത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് പത്മനാഭൻ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ നടത്തിപ്പുകാരൻ കോമ്രേഡ് ബിജോയ്, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഞാൻ പറഞ്ഞു, അനിൽകുമാർ, ട്രഷറർ അനിൽകുമാർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന അനിൽകുമാറിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അമരക്കാരനായിരിക്കുന്ന ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ഗൂഗിൾ UK പിള്ളയെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി ആരെയും വിട്ടുപോയിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വലിയൊരു പ്രതീക്ഷയായി നിങ്ങൾ വളരണമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലാൽ സലാം. ബഹുമാന്യനായ ഉദ്ഘാടകൻ, നമ്മുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയും AIBയുടെ വൈസ് പ്രസിഡൻ്റായ സഖാവ് N ശങ്കർ,
AKBP സംസ്ഥാന പ്രസിഡന്റ് സഖാവ് KS കൃഷ്ണ, ABI ജോയിന്റ് സെക്രട്ടറിയും AKBP ജനറൽ സെക്രട്ടറിയായ സഖാവ് രാംപ്രകാശ്, സഖാവ് രമേശ് റാവു, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു പുത്തൻ കാലത്തിലൂടെയാണ്. നമുക്കറിയാം, ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലയിലും സമരങ്ങളോടും പ്രതിഷേധങ്ങളോടും പ്രത്യേക രീതിയിലുള്ള പ്രതികരണത്തിലൂടെ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, അന്നം തരുന്നവൻ്റെ അണ്ണാക്കിൽ കമ്പിവേലി കെട്ടിക്കൊണ്ട് സർക്കാരാണ് ഇന്ന് ഭരിക്കുന്നത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന വില കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ സമരത്തിൻ്റെ രണ്ടാം ഘട്ടം, ആദ്യത്തെ ഘട്ടത്തിൽ നഷ്ടമായത് 650 ജീവനാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അവർ നേരിടുന്ന രീതിയിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 36 വയസ്സുള്ള യുവ കർഷകനാണ് തലയിൽ ഗ്രനേഡ് വീണും മരിച്ചത്. അപ്പം സമരങ്ങളോടെല്ലാം ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റൊക്കെ എടുക്കുന്ന സമീപനം ഇതാണ്. ഇത് കർഷകരോടല്ലേ, നമുക്ക് എന്താ കാര്യം ചോദിക്കാം. പക്ഷേ ഇത് കർഷകരോട് നാളെ ഇതേ സമീപനം നമ്മളോടും ആകാം. ഒരുപക്ഷെ ഇത്രയും നമ്മൾ ഇതേപോലെ തെരുവിലിറങ്ങേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഈ 1-2 മാസത്തിനകം ഒരുപക്ഷെ ബാങ്കിങ് മേഖലയെ സമൂലം കോർപ്പറേറ്റുകൾ ചിലപ്പോൾ എഴുതി കൊടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോലും ഗവൺമെൻറ് എത്തിയേക്കാം. ആ തരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പുത്തൻ കാലത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വേണം നിൽക്കാൻ. ഇപ്പോഴും അതിൻ്റെയൊക്കെ പ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം സംഘടനയെ ശക്തിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം ഈ സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം തിരിച്ച് നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് എത്തേണ്ടത്. കാര്യം ഇന്ന് കേരളത്തിൽ യൂണിയൻ ബാങ്കിൽ 2 സംഘടന നിലനിൽക്കുന്നത്. ഈ സമ്മേളനം കഴിയുമ്പോൾ യൂണിയൻ ബാങ്കിൽ നിലനിൽക്കുന്ന സംഘടന യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ മാത്രമായിരിക്കും എന്ന് ദൃഢപ്രതിജ്ഞയോട് വേണം ഓരോ സഖാവും ഈ സമ്മേളനം നഗരി വിട്ടിറങ്ങേണ്ടത്. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അതിനുവേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയും AIBയുടെ വൈസ് പ്രസിഡന്റുമായ സഖാവ് N. ശങ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Comrade C. Ananthakrishnan, President of our Union Bank of India Employees Union Kerala, who is also presiding over this open session. Comrade KS Krishna, President of AKBF. Comrade Ram Prakash, my colleague in AIB Office Bearers team, who is also the General Secretary of All Kerala Bank Employees Federation. Comrade Suresh, Chairman of the Reception Committee. Comrade P.S. Balan, former General Secretary and President of Union Bank of India Employees Union Kerala. All the office bearers of Union Bank of India Employees Union Kerala who is sitting on the dais. State Federation leaders who has come all the way to attend this conference. Renu Nair, although she is not there, but I will take her name also, because management is always late in coming to meetings. We know that. So she is not there. And my colleague, office bearer of All India Union Bank Employees Association, Comrade Padmanabhan, Comrade Chidambaram, who was the former president of All India Union Bank Employees Association. Now he is currently General Secretary of the Union Bank of India Employees Union, Tamil Nadu, and various people who have come here, and my dear comrades. It is a pleasure for me to stand before you to inaugurate your unifying conference.
Although it is written there in the board that 37th conference of the Union Bank of India Employees Union, but this is the first conference after the merger and after undergoing amalgamation in union also. So you are holding your unifying conference. Unification of 3 unions, Corporation Bank Employees Union, Andhra Bank Employees Union, into Union Bank of India Employees Union, which we have undertaken as per the decisions of the apex level committee. Now you are legalizing it through this conference. But when you are attending this unifying conference, we cannot forget the issue of mergers. Nobody wanted merger. Even Union Bank of India employees also never wanted merger. We can understand the sentiments and emotions of Corporation Bank employees as well as Andhra Bank employees, because they were losing their identity. But even Union Bank of India employees also never wanted the merger to take place. What for this merger taken place, nobody is able to explain. Why these mergers? What it achieved? Nobody knows it. When government announced this merger, today after merger what we are seeing, all the banks are running behind for improving their CASA percentage, CASA business. But what was the position of certain banks at the time of merger? Allahabad Bank, which was merged with the Indian Bank, was having a CASA percentage of 54% as bank as a whole. Similarly, United Bank of India, which was merged with Punjab National Bank, was also having a CASA percentage of bank as a whole of 56%. What the experts are saying? The experts are saying the bank which is having the highest percentage of CASA will be able to survive because the cost of fund is very low. If it was so, why Allahabad Bank and United Bank of India was chosen to be merged? Till now we are not able to understand. Why Union Bank of India was the anchor bank, Corporation Bank and Andhra Bank became merging banks. Nobody knew. Even the parliament doesn't know what was the rationale behind these mergers. Few days back, HDFC Bank and HDFC merged. HDFC shares price came down. What was the reaction of the chairman of the group? The chairman convened the public press conference and addressed the press conference by saying that our share prices have come down because we could not explain the rationale behind the merger and the benefits behind the merger to the stakeholders. That is why the share prices have come down. See a responsibility and accountability of a private sector head. A private sector company's head is owning up responsibility and accountability, whereas when 10 banks got merged into 4 banks, the governor being the owner never called any press conference at any point of time to explain this merger. Sometimes we wonder. I was feeling as if Nirmala Sitharaman wrote the 10 banks chit in a dabba and dabba ऐसा घुमाया और उसमें से जो निकला वो anchor bank. Succeeding that anchor bank, whoever has come, that was a merging bank. Because you are holding your conference after the merger and this is the unifying conference which you should understand. Even today Parliament doesn't know what benefits the nation got out of this merger. Whether it helped the economy, it helped the Indian industry, or it helped the Indian public, nobody is able to make any kind of
submission before the parliament. You have to understand, merger was a political decision. I have got enough numbers in the parliament, so I can do anything what I want to. That's a perfect example of the arrogance of the ruling class which got exposed through this. Similarly, people told, don't privatize LIC. It's not going to help you. Privatizing LIC means you are handing over the more than 50% of the savings of these common people to private hands. It will never help anybody. Those who purchased the shares of LIC even few days back were crying because the prices came down. But what was the attitude of the government of India? The government of India felt, I have decided, so it will take place. Another example of the political arrogance of the ruling class can be understood. That is why you have to understand, when you are holding your unifying conference, you have to understand you are not fighting against the management, or you are fighting against the government of India, which is arrogant, which works on the principle of majoritarian theory. I have got enough numbers, I can do anything like that. But after merger we have seen, even we thought the last week of March 2020, COVID lockdown broke out. Everybody were inside their house. We were expecting at that time also, at least the government of India will apply its rational, its wisdom and stop the merger, but it did not. They went ahead with the merger. They gave instructions to management to carry out the merger in a systematic manner. And during the time of COVID, you all helped the bank to turn into one entity. It was a very difficult job. One hand protecting ourselves from corona, on the other hand going to the bank and extending service to keep the banks open. And the third point was integrating the business process, business system and the working system into one. You all worked. Even today when I am talking to management, I always tell them that the way people worked and made this bank into one entity, there is no recognition of that in any of the records of the bank. Even today I am asking the bank also. Merger has taken place, 4 years have gone. Please tell us what you achieved out of this merger. Please tell us whether you created synergy or energy. What kind of energy and synergy you created, please let us know. But nobody is divulging with any kind of information, because merger could not create anything. Merger created only 3 entities into one entity, and loss of business, loss of market share, loss of revenue. That's all we are seeing. In this kind of an environment, you should understand. But from our union side also, unification of union was more important for us. Getting the unions into one entity was a difficult task. 3 independent unions functioning in 3 independent banks, having their own credentials and history, it was very, very difficult for us to merge them into one entity. But under the leadership of Comrade C.H. Venkatachalam, we could decide some bold decisions, and we took some initiatives to merge all the 3 unions into one union under the banner of All India Union Bank Employees Association. Today, we have completed all the states conference also. Probably after you, 1 or 2 states are pending, that will also be completed. I still remember when Rajkiran Rai was there as the MD of this bank. He was the MD and CEO. He told me very jokingly once, बैंक का तो इंटीग्रेशन हो जाएगा, लेकिन यूनियन का इंटीग्रेशन होना बहुत बड़ा मुश्किल काम है.
But I can proudly say that under the banner of All India Union Bank Employees Association, we have set a new standard that unification of union is also possible in the perfect way that we have said. Today your unifying conference is being held. Bank has grown much. Bank has come out very efficiently. Even bank has prepared a document which is being kept at the Department of Financial Service. If you go there, anybody, please see. Union Bank of India merger book. The merger and its issues. How to address the major issues arising out of the merger, like that. That book is kept there. The book is slowly being referred as one of the important books for finding solutions to any future mergers which may take. That is the way the book is being written. But I can proudly say, if Union Bank of India management is claiming that merger of Corporation Bank and Andhra Bank into Union Bank is the best one, then the entire credit should go to all of you, because you have made it successful, not the management which has made it successful. If you would not have given cooperation, if unions could not have given cooperation, there is no point, there is no reason for them to claim this kind of equity. We were matured enough. We were understanding what kind of issues can come. We actually guided the management also through our meetings how to take forward this merger to ensure that Union Bank of India becomes one of the advantageous banks. And I can proudly say that All India Union Bank Employees Association has a role in it. We harmonized all the policies. We harmonized all the benefits. In the process, we ensured that Corporation Bank employees and Andhra Bank employees are not stepmotherly treated inside the bank. That we ensured. We gave all the right to them. We ensured that they are integrated into the system very smoothly, very effectively, so that things can work in a proper manner. So the merger has become now. Now after the merger, Union Bank of India has become one entity. It is growing further, further, further. We know that 21 lakh crores of business is there today. But one thing is there very clearly. Among the 4 sets of banks, if we have put the bank in an advantageous situation by bringing all the employees and officers under one common HR platform without having any fundamental issues to address, then the bank could have been able to show its progress in a different way. But that is not, unfortunate. That may be a debatable point which we may debate in the days to come. But you have to understand, today after merger, your unifying conference is taking place, and in that unifying conference, now no more Corporation Bank Employees Union, Andhra Bank Employees Union, will all be members of Union Bank of India Employees Union Kerala, and you have to carry forward the flag of ABA forward in Kerala, in Union Bank, through this forum. While doing so, we also have to take into account various challenges which are likely to come. Today you read the newspaper. Every day you are finding. This government is running a race today. The government is proudly saying that this month collection of GST is more than last month. Last month collection was more than the previous month. That means every month this government is collecting more and more direct taxes. GST collection is the best. Proudly, the Secretary of Revenue is saying today. Finance Minister herself is saying, we have surpassed the target. The GST is collected. But we are asking people, even today some of the experts are saying, the economy is yet to pick up. Economy is yet to reach the level of prior to COVID. Then how these taxes are being collected has to be understood. You and myself are paying these taxes. Despite collecting highest taxes, today the allocation for health and allocation for education, allocation for upliftment of poor is very much lacking. Okay, you don't give them money. At least give money to banks as capital for allowing them to grow further.
That also Sitaraman is saying that we do not have money to pay you. On the other day, I saw a photograph. Nirmala Sitaraman ji, our finance minister, standing in Chennai in a vegetable market, and a photograph has been published. Somebody wrote, you see how simple the finance minister is. She is going to the market, she is purchasing the vegetable herself. See the simplicity. But below that, one of our comrade wrote, she has not come to the market to purchase vegetables. She has come to the market to verify which vegetable can be taxed with the GST rate. That she was trying to assess. That is the way the things are there today. That is why you have to understand. Maximum taxes are collected, but capital is not coming. Finance minister is saying, if you want capital, I will privatize you. I can't give you capital, but I am ready to privatize you. And we have seen how the privatized banks have been working in this country. ICICI was considered to be a role model, but what happened to ICICI Bank? The nepotism, the corruption, which was being charged. What happened to the earlier chairman who was behind the bars? Now only she has been released on bail. What happened to Axis Bank? We have seen. What happened to Yes Bank? When Yes Bank was there, his chairman was one Rana Kapoor, who was considered to be the future banker of the year. In every newspaper, every day, some seminar will be there. Rana Kapoor used to come. Without Rana Kapoor, no bank functions can take place. No bank seminar can take place. Rana Kapoor was projected to be the future banker of this country. Now what happened in Yes Bank, you all know. Yes Bank has to be saved by State Bank of India by pumping in money. Now the same Yes Bank is floating foreign currency bonds to raise the capital. See the attitude of the government of India. We have seen how the private banks, which have been emerging as one of the topmost banks of India, has ruined themselves through nepotism, corruption, and unfair practices we have seen. That's why you have to understand. Capital is not going to forthcome. If you ask capital, I will privatize you. The way they are privatizing IDBI Bank is an eye-opener for us. IDBI Bank, the way it is being done. Once upon a time, IDBI was not functioning. Today, IDBI Bank is working. IDBI Bank is delivering. In IDBI Bank, whose money is lying, LIC has got a big stake in IDBI. If LIC has got a big stake in LIC, whose money it is? Money lying in LIC is belonging to my wife. I am investing in LIC policy. My wife will get something after my death. So whatever money which is lying in LIC is basically belonging to the Vidwas. But LIC has invested that money in IDBI Bank. Now IDBI Bank is performing. The government wants to sell the IDBI Bank. They were even directing LIC that we will tell you when to dilute your stake. At that time, you dilute your stake. That's the way they are saying. But LIC will decide. LIC will decide what is the right time to encash their investments. But what this government is doing? We will sell IDBI. It has floated tender. People have accepted the tender. Few people have responded to the tender also. But what they are demanding? They are demanding from the government of India, we will purchase LIC provided you ensure that CVC, CBI, all these conditions are not applicable to us when we start running these banks. And government is yielding to their pressure. Government is directly or indirectly telling, okay, you purchase this bank. After you purchase, when you are running this bank, none of these checks and balances through CVC, CBI, etc., will not be maintained. The way IDBI is being sold, it makes us feel. Probably they will tell tomorrow. If IDBI के साथ दूसरी बैंक भी देगा, that means if you take one, you take free one. That means you go to a shop and take one free, like that. You take IDBI, along with that I will give you some other bank also. In that manner also, the selling is possible. That's why you have to understand. Today,
The government is being given presentation by experts. All the leading foreign consultants are sitting in DFS. Daily they are making some presentation, one after the other. If we are reading in the newspaper by saying that Central Bank of India will be sold, or Indian Overseas Bank will be sold, or some Bank of Maharashtra will be sold, if you are feeling, please correct your perception. Any bank can be sold, because the experts are making that way the presentation to the government of India. What they are telling, if at all you want to sell a bank, you sell a big bank so that you will get more money rather than selling a small bank. This kind of idea is also with the Department of Financial Services, which they will use. That is why you should understand. Today all the banks are making profits. Small banks, big banks, all not criteria is not there. Smallest bank of Maharashtra is enjoying the highest credentials in terms of financial ratios, which we have seen. So there is no differentiation between any bank, small bank, weak bank, strong bank. All the banks are making profit, and government of India can choose any bank for their selling. That is the approach which they are doing it. They may not try any privatization method or any selling of public sector banks at this moment, because now election is there. Election is there, so they will not venture into that. But at the same time, before election, there is a fear that they may try one more round of merger also. We do not know. That is why we have to be very watchful and vigilant when we are meeting in our conferences. If any of our Union Bank of India employees are feeling, no, we have already undergone a merger, we need not have to worry about it. Now the bank is moving forward, and we will get all the benefits, we will get all the perquisites, and we will continue to work like this. If you are having that feeling, please correct. Union Bank of India can also be privatized. Union Bank of India can also be sold out. At the same time, there is a possibility, since Union Bank of India management is constantly claiming that our merger is the best merger, if at all Government of India is thinking about one more round of merger, they may keep one more bank on your shoulder to make you run. So you have to be very clear in your concept to understand this. That is why in this environment, bipartite has come. Now bipartite, nobody can deny. Every bank is making profit. Where is the question of delaying bipartite? Even the bipartite discussion did not start unless when we started threatening that we may go on agitation, the negotiations took place. Now the bipartite will come. All are eagerly waiting when it will be over, when it will be over. We are all educated bank employees. Nobody should be bothered about it. Somewhere some people are spending some kind of messages. It has to be done quickly. It has to be done immediately. Election code of conduct will be there, all these things. Please understand. MOU has been signed. Distribution exercise has been undertaken. Now we are on the final stage of arriving at a settlement. Bipartite settlement will be signed at any point of time. Few fundamental issues are there which are being sorted out. But you should understand, the bipartite is there because union is there. The wage revision is taking place because union is there, because AIB is there. Otherwise, it was very difficult to think about wage revision also. Because the management is feeling, the bank is feeling that already we are getting enough salary. There is no need for us to revise the salary and all. So the bipartite will come within next few days or few weeks. But at the same time, people should understand. I know that many of you who are come here will be questioning me on 5 days banking. What will happen to the 5 days banking? We are all workmen. We are all our staff. Your salary is determined on the basis of number of hours which you work in a week. Earlier, we were working for 36.5 hours spread over 6.5 days, 5.5 days. Now we are going to work 36.5 hours in 5 days. That means your working hours are going to increase. The number of working hours which you put, that is also a factor for your wage revision. Please understand. So the 36.5 hours you will work.
today also I will work for 36.5 hours. Last bipartite also I was working for 36.5 hours. There is no dilution as far as my working hours are concerned. So 5 days banking is what way it will help us, in what way it can improve our standard of life, whether it will give you something. Earlier you were working for 6.5 hours, now you have to work for 7 hours, 10 minutes, that is approximately 40 minutes above what you are working. But whether we will think about ourselves only, or we will think about those who are working inside the bank, who are also likely to get salary. Your temporary and casual employees who are working there are being paid wages daily. If 6 days bank was open, they were getting 6 days salary. Today, if 5 days are going to work, that means that poor fellow will not get 1 day salary. And we don't mind if he doesn't get salary, but we should get 5 days banking. That is the approach with which we are moving. Whether this approach will help us or not, the time will tell us. But 5 days banking, 4 days banking, bank is ready to give even 4 days banking also. During the time of COVID, we have seen work from home also. Every bank, work from home, we saw that also. So 5 days banking will come, but 5 days banking will come through a process. That process should be done by the Government of India. That process is very clear. Unless the Negotiable Instrument Act is amended, 5 days banking will not be there. I can sign a settlement. I can force the IPA to agree for 5 days banking. We can force Reserve Bank of India also to give opinion. And that opinion is already lying with the Government of India. But the due process of making 5 days banking will come through only amending the Negotiable Instrument Act. Negotiable Instrument Act will be amended only by Government of India by placing a bill inside the Parliament. So 5 days banking will come. Whether 5 days banking is useful or not useful, the time will only tell the testing. But at the same time, you have to understand, I was going through some of the happenings in international level. Japan, 5 days working only. Many of our comrades, I know that they are all in Google, they can search. In Japan also 5 days working is there. But Japan, women are today coming onto the streets and fighting against the government of Japan, saying that no more 5 days working. You make 7 days working, because all the men are sitting inside the house, creating problem for us. So send them back to work. 7 days working should be there. In Japan, 5 days working is creating a social and a different kind of issue within the fabrics of the society. So whether 5 days working will help or not, that is the most important. 5 days banking will come. Bipartite will come. And in Union Bank of India, we have made the best of the policies. All are enjoying the best of the benefits. Even we have improved the welfare measures also. We have introduced new welfare measures, like your spectacle reimbursement, death relief fund of 50,000 rupees for those who are not DRF members. Plus we have given funeral expenses. Now latest expenses, many of our people will know about. Now latest, we have introduced one more scheme. Ex gratia of 20 times the gross salary in case of a death of an employee. If an employee dies, bank will pay 20 times gross salary to the family of the deceased employee without keeping any upper limit. But at the same time, this scheme is because of our efforts. Because in Union Bank of India, the staff loans are covered through insurance scheme. It was earlier available in Corporation Bank. It was earlier available to some extent in Andhra Bank also. So when we were harmonizing this policy, and there was a discussion, we told the management very clearly that you are covering your exposure through an insurance scheme in which employee himself is paying the premium. Where is your gesture involved in covering the life of the employee? We have been constantly pushing this in every meeting. And finally today we have succeeded in bringing out a scheme that if an employee dies,
20 times gross salary will be paid to the employee, a family on ex gratia. Like when a general manager dies, if his salary is 2.5 lakhs, he will get 50 lakhs rupees. But at the same time, we have fixed minimum amount to be payable so that our sub-staff and clerical cadre are sufficiently taken care of. Up to the extent of 50,000 salary, if anybody dies, minimum of 10 lakhs will be paid to them. If up to 50,000 rupees any clerk dies, minimum of 15 lakhs rupees will be paid to them. This scheme is introduced today. The scheme has come into effect so that management has shown its gesture now because of our constant pursuance it has come. Many of our young lady comrades are sitting here. We have also demanded at that time that many young girls are joining the bank. They are getting married. They are on the family way. So you have to give them a crutch facility for taking care of their children so that they can come and work and give their best to the bank. But during the course of the discussion, management finally felt that crutch facility may not be possible, but we will give you child care allowance. The child care allowance of 5,000 rupees for 2 children up to the age of 5 years has come. It is purely because of All India Union Bank Employees Association. So today we are getting benefits. We are getting bipartite. We will also see 5 days banking also. But if people are not there, for whom you are doing this? Management is saying no more recruitment in our staff category. In Union Bank, they have decided no more recruitment in officers category also. Last year they have not intended. This year also they have not intended. Constantly they are telling that digitalization will take care of the manpower requirement. And all of you who are working in Kerala is coming from different parts of Kerala. You can express better than me the status of the digitalization of banking services in Union Bank of India. Many of the branches, the infrastructure is not in place. The machines are not working. Passbook printing machines are not there. Cash recycler machines are there, but it is not working. ATMs, many of the branches are down. In that kind of a scenario, your alternate channels are also failing. So, bank is saying that digitalization will take care of the order. But we have told the management very clearly that none of your digital initiatives have been fruitful and meaningful. So what you have to do, you have to go for recruitment. That is why we have to understand. If recruitment is not there, and you go on achieving facilities after facilities, for whom we are achieving the facilities, we are not able to understand. The next point of focus will be purely on recruitment. Recruitment of clerks, recruitment of sub-staff should be there. We know yesterday our union fought gallantly in the High Court of Bangalore. Unfortunately, the case has not ended in our favor. So all the empaneled employees who are sitting here are very much worried. They have been in the bank for last 14 years, 15 years. Some of them are, even for 20 years, some are working, but they are yet to be regularized. So there are no sub-staffs in the bank. There are no clerks in the bank. Management is very boldly saying, we do not want even scale 1 officer also. Today, in this promotion process, bank is promoting 2,300 scale 1 officers, but scale 1 officers are not getting recruited. If recruitment doesn't take place, then the problems start in multi-folded problems. In multi-magnitude, it will come to you. What kind of problems you will have? No promotion will be given to our clerical employees. No promotions, no transfer, no higher assignment. Like that, problems will come in many ways. That is why your conference should discuss how to take forward this movement of demanding recruitment. Once I go from here, our All India Central Committee will meet. There is a discussion with the management. We'll try to talk to the management. We'll tell them that if you go for recruitment, it is better. And if you do not go for recruitment, All India Union Bank Employees Association will launch agitation within the bank to demand recruitment. For that, you have to prepare your organization. Your organization has to be prepared well. At the same time, you have to understand
Many of the young comrades who have come here should notice one thing. Your role and responsibility within the bank has to be in such a way that you develop an intervening capacity, not only as an individual, but also collectively as an organization. That has to be done by us. Today we are sitting in the bank. We know how the digitalized services are. Customers are so famous with QR code and mobile banking. So when the system is changing, we should also adapt to changes so that we keep our relevance within the system, so that our intervening capacity in the coming days can go up. That is why you have to understand today, challenges are many. The challenges will come in multi-folded manner. Whether within the bank or outside the bank, it will be in different fashion. Banks are making profits, but how long they can be sustainable is a very big question. The sustainability in the models in which they are doing business, the sustainability in the models in which they are creating revenue and profit is going to be the biggest challenge. And when that challenge is failing, you will have multiple problems inside the bank also. That is why when you are meeting in your conference, apply yourself. This is a unifying conference. The unifying conference should cement your unity further. You are working in a state where some minority unions are also functioning. They are known for their all kinds of means and methods by which they can challenge you. But at the same time, you don't have to worry, because in today in Union Bank, All India Union Bank Employees Association is the absolute bargaining agent. Our All India will stand behind you in giving all kinds of support so that you continue to progress, and you have to move forward in ensuring that more and more employees who are outside the AIBA forum can be brought into AIBA forum so that you can strengthen yourself. Recently, AIUBA has been declared as the majority association. We have already circulated. Many of you might be aware of. We are only deciding the policy matter. But at the same time, the government's attitude and the regulators' attitude in deciding certain policy matters with regard to operations of the banks will have a serious impact on our service conditions and our method of working also. That is why we have to enlarge our perception. We have to increase our level of participation. Today communication has become very easy. Many of our comrades are, giving WhatsApp messages. Many of our comrades are even sending the fake news also. But at the same time, you have to understand that you are living in a society. You are living in a country where a systematic approach is being made to develop a society to believe the fake news to be the correct news, and accordingly develop strategies to live within that society. That you have to do. Many of our WhatsApp uncles are there. They will simply forward the news without even verifying the authenticity, without even verifying the truthness behind it. Our employees are also doing that. See, you have to understand, you are all gathered here because you are working in Union Bank of India. Your basic qualification is you are the employees of Union Bank of India. That is why you deserve to be sitting here in this hall under the banner of Union Bank of India Employees Union Kerala to discuss and decide how your future should be, how your progress should be, in what way we can make changes to our way of living also, the way the society is also living. So biggest task is on your head. That is why when you are going to meet in your delegate session, when Comrade General Secretary will present his report, take all these facts into account. Give your input. Don't talk about your transfer, posting, placement. Above that, you have to increase our level of perception, because nothing is happening in isolation than what is happening outside. What is happening outside is having a direct impact on us who are working inside the bank also. So that is why you have to understand this particular aspect, and I am sure that your unifying conference will give you new guidelines, new way, new path to take this Union Bank of India Employees Union to greater heights. I am very glad that Comrade P.S. Balan, people like P.S. Balan who are the founders of this union are still there, sitting at the back, watching how you progress forward. So let us not do something. Let us do something in a different manner, more meaningful manner,
to take forward our unit to set a new standard. With this, I thank you the opportunity for giving me. I say your conference stands inaugurated. Thank you very much, comrade. Thank you. Thank you. അടുത്തതായിട്ട് നമ്മുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് സഹ പത്മനാഭൻ സാറിനെ ക്ഷണിക്കുന്നു. Respected President of today's 37th State, Kerala State Conference, Comrade Anantha Krishnan, Comrade N. Shankar, General Secretary of All India Union Bank Employees Association, Vice President of AIUBA, Comrade Ram Prakash, General Secretary of AKBF, Comrade Krishna, President of AKBF, Comrade Ramesh Rao, General Secretary of UBA Karnataka, Kerala, Comrade Chidambaram, General Secretary, Union Bank of India Employees Union, Tamil Nadu, and our veteran leader, Comrade P.S. Balan, and many other leaders in the dais. Today it is one of the historical day in the annals of the Union Bank of India, Kerala State. I'm very sorry. It has been one of the memorable event here. It is the first unifying conference after the merger of Union Bank of India, E-Andhra Bank and E-Corporation Bank units. It has been one of the exemplary units who have been serving the awards of fraternity, who have been putting themselves forward in all the programs of the state federation, state units, district units, and as well as making themselves, putting them in front of all the agitations and programs which have been given by AIBA, our apex organization, at all times. There is a history of the union in Kerala. We should take definitely an example how other states also should function by seeing the Kerala's comrades' militancy and their participation. Now only our All India General Secretary has spoken about the ills of the mergers, about the status of the merged entities, about the falling market share, falling business share of the bank, of all the merged banks for that matter, in the banking arena. This merger of banks is nothing but a closure of banks. I have been telling our comrades wherever we are addressing that merger is nothing but closure.
Merger is nothing but putting the banks on the block in the market. Unfortunately, the government of India is unable to sell our public sector banks because the valuation what they are seeking, the valuation what they thought have not got. And they have fully cleansed the balance sheet by ruthlessly writing off more than 16 lakh crores of NPAs. 16 lakh crores of NPAs, comrades, is nothing but the hard and sweat what we have put to earn the profits for this, all these nationalized banks. Today, in the name of haircuts, they are ruthlessly selling the assets of the bank under the NCLT, under the garb of NCLT proceedings, and getting that money haircuts to haircuts by way of shifting them to the electoral bonds for the BJP. This is the sinister campaign which they have been doing for the past a decade, and it is alarming to say that more than 23 public sector undertakings have been sold by this great government of India. All these banks, all these public sector undertakings have been one of the best performing undertakings, and they have been identifying themselves in the socio-economic benefits, in the socio-economic fabric of this country. Unfortunately, all these entities are being sold for a song. You all would know that the NPAs, the haircut, watch what they have been selling, ranging from 25% to 95%. They have been selling to Tatas, they have been selling to Ambanis, they have been selling to Nadars, and they have been selling to so many other corporate houses just to make their money in the garb of cleansing the balance sheets. Unfortunately, due to the RBI guidelines, the government of India are unable to sell the banks, public sector banks, to the industrial houses. Had it been allowed, definitely the best of the banks would have been in the hands of Ambanis, Adanis, Tatas and Birlas by now. Comrades, it is the time that we have to see the things in a macro level. We should never think about ourselves in a narrow shell, seeing that what about our transfers, what about our postings, what about our future? Comrades, your future is at stake. Comrades, you should be there for your postings. Going by the unilateral policies of this government, whether your existence is going to be there or not, that itself is a big question mark. Comrades, you all should make yourself, putting yourself first, putting your bank first, than seeking the personal benefits. Merger of banks is nothing but closure, as I said. For example, if you take the State Bank of India, for that matter, after this merger, they have closed nearly 10,000 branches. If you take the 10 banks which have been merged in the year 2020, total put together, more than 8,000 to 9,000 branches have been closed. On an average, if you take 5 to 7 persons, employees and officers in a bank, if you take nearly the closure of 20,000 branches, 20,000 branches into 7, nearly 1,40,000 recruitments are gone. Your brothers and sisters
and your wards are losing the opportunity to study, losing the opportunity to work in the banking industry. This is alarming situations today. Everywhere if you see, rampant privatization is taking place, contractualization is taking place. Today in the garb of business correspondents, the works and job of clerical comrades has been given to these business correspondents. Already the recruitments of the substaff and the HKCPs, these part-time sweepers, almost has gone into the oblivion. And now the turn has come to the clerical staff. When the whole award staff recruitment are going to be in the danger, and where is our movement? This is definitely a very dangerous situation which is emerging, and definitely and rightly AIBA has given a call for the recruitment. AIBA is the only organization which has been seeing the happenings not only in the present situation and also in the future, also thinking about the socio-economic fabric of the country, and taking all these considerations. We have been giving time and again, we have been identifying ourselves with all these revolutionary unions, and as well as all the banking unions as concerned, and we are going about in fact we have launched major agitational program for the recruitment alone. Due to the understanding which has been reached with the CLC, our strike action has been deferred. It doesn't mean that we are AIBA is not going to stop there. Definitely, ALBA will be embarking on a program which will definitely give you a befitting to the reply to the government of India, and also shore up our strength in the banking industry. Comrades, as you all know that the elections are around the corner, and definitely from this podium, from this August conference, we request you, we appeal to you that you should exercise your franchise and vote and exercise your rights to the party, to the organization which is going to take care of your benefits, which are going to take care of our labor rights, which are going to take care of our labor class. This is very much imperative, comrades. You may be thinking that if I am not going to vote, what is going to happen? And definitely, we the bank people, we the bankers, if we think in a more upright way, and definitely we will be doing small bit of change in the industry. Not only that, comrades, you have seen the privatization move of this government. Life Insurance Corporation of India, which has alone given more than 25,500 crores as dividends to this government of India, they have shamelessly gone ahead to privatize the Life Insurance Corporation of India. They have gone ahead to reduce the labor laws from 44 to 4 labor codes. And they have been time and again coming out with the redressal motive to curb the trade union rights, and also to form the trade unions in the industry. They have come out that minimum 1,000 members should be there, minimum 100 members should be there. All these kinds of restrictions they have been putting to see in such a way that the trade union rights of this labor class are being suppressed. Comrades, in the state of Kerala, definitely through the district associations, definitely through the very good organizations, you are all
putting forward yourself for the sake of trade union rights. You have been going on agitating. This agitation path should never take any backseat if we have to survive in this industry and as well as in this world. Comrades, coming to the bank, as our comrade Shankar our General Secretary has told, that amalgamation of the 3 unions and 3 banks has been one of the exemplary mergers which has been highlighted by not only by the management, even our AEBA also. Definitely a pat on your shoulders, comrade, because we have been seeing the plight of the other banks which have merged. Today they are not able to put their socks together, coming to one platform, common platform, to fight with the management. Unfortunately, they are fighting with their own individual unions at stake in their names, and which has been definitely playing into the hands of the management. Regarding the harmonization of benefits of all the 3 banks, we should really congratulate and we should really give the maximum credit to our comrade General Secretary, Comrade N. Shankar, our All India General Secretary, seeing that the best of the benefits have been given to the unified unions. Today, more than 3,500 to 4,000 rupees you are getting extra. Any person, any clerical staff or any HKCP or any sub-staff for that matter, which is not a small amount, comrade, in today's scenario. And not only that, slew of agreements, slew of arrangements with the management, higher allowance, negotiated settlements, recruitments, the promotion settlements, which have been one of the best of the hallmarks in our Union Bank, All India Union Bank of India Employees Association. And not only that, today if any sub-staff who has finished his graduation, automatically he is promoted as a clerk. This facility is not there in many of the banks. At one stroke, our union has saw to that all the HKCPs have been promoted in their career. All the part-time sweepers have been promoted in their careers as full-time HKCPs, which has really tripled their earnings in one stroke. All these achievements, for that matter, would not have been achieved if not because of your participation, if not because of your militancy. And definitely, comrades, your militancy, your participation, and your taking care of all the issues definitely has put forward our union into the pinnacle. And today, we are getting the best of the best benefits in our union, in our bank, at a time when all the bank managements have been telling that the higher allowance post is not necessary, the special assistants are not necessary, the head cashiers are not necessary, it can be taken as the head cashiers can be taken as a performing allowance, and there is no need of any special assistance. In this scenario, today we want to tell that in our bank, more than 862 special assistants have been announced. And this has been achieved with the management by our All India Union Bank of India Employees Association. You all know that in the 12th bipartite settlement, the special assistants are going to get huge increase in their allowances, which translates that all these 862 comrades are going to get more than 7,000 to 8,000 increase in their salaries, and it has been done only because of
All India Union Bank of India Employees Association. Comrades, these are all achievements of your union. I don't know why you people are silent. I do not understand. Is it due to the heat? There should be an applause. There should be an applause for all these developments, for all these achievements. Comrades, coming to the micro level issues also, today due to the heavy working nature, due to the constraints what we are facing in the banks, in the branches, I fervently request you to be more careful about in the working environs, follow the rules and procedures, follow the directions from the union. Whenever the circulars are issued, kindly go through the circulars, go through the manual of instructions, go through your UBA net where you have got all the circulars, go through all the information which have been furnished time and again in your WhatsApp. Circulate those WhatsApp news to all our comrades, especially to the sub-staff comrades who will not be able to read. There are many comrades who will not be able to assimilate the things directly, and it is your duty that you should explain to them, because each and every member of our union are precious. And comrades, and if time permits, I will speak in the delegate session also regarding the rules and regulations which you have to follow in your workplace. With these few words, I thank the organizers for giving me an opportunity to speak before you. Thank you very much, comrade. അടുത്തതായിട്ട് നമ്മുടെ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് AKBFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് KS കൃഷ്ണ സംസാരിക്കുന്നു. വെളിയിലേക്ക് മുഴുവൻ സഖാക്കൾ നിർബന്ധമായിട്ടും അകത്ത് കയറിയിരിക്കുക. കോമ്രേഡ്സ്, നമസ്കാരം. ഞങ്ങളൊക്കെ ഏറെ ആഹ്ലാദത്തോടുകൂടി അഭിമാനത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു മഹത്തായ സമ്മേളനമാണിത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ 37ാമത് സംസ്ഥാന സമ്മേളനം. നമ്മുടെ മുമ്പിൽ നേതാക്കളുടെ ഛായാപടങ്ങളുണ്ട്. താരകേശ്വര ചക്രവർത്തി നമ്മുടെയൊക്കെ യോഗങ്ങളിൽ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. കഥയും വസ്തുതയുമാണ്. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ബാങ്കുകളുണ്ട് എന്നുള്ളൊരു പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു പരാമർശമാണ്. ഇന്ത്യയിൽ ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്, പക്ഷെ അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇല്ല, റിസർവ് ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിലൊരു ബാങ്ക് ഓഫ് ഇന്ത്യയുണ്ട്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പോലെ അത് സെൻട്രൽ ബാങ്ക് അല്ല, അത് ഒരു പ്രത്യേക ബാങ്കാണ്. നിങ്ങളുടെ രാജ്യത്തൊരു ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയുണ്ട്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന കഥയാണ്. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങളുടെ രാജ്യത്തുണ്ട്. ഓറിയന്റൽ ബാങ്ക് ഉണ്ട്. നിങ്ങളുടെ രാജ്യത്തൊരു യൂണിയനെ പോലെ ഒരു ബാങ്ക് ഉണ്ട്, അതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അന്ന് രസകരമായിട്ട് പറയാറുണ്ട്. യൂണിയനെ പോലെ ഒരു ബാങ്കുള്ള യൂണിയൻ. ഇന്നിപ്പോൾ ആ കഥ ഓർമ്മ വരാൻ കാരണം, ഇന്ന് ഈ 37ാം സമ്മേളനം ഇവിടെ നമ്മൾ ചേരുമ്പോൾ നമ്മുടെ സംഘടന ഒരു 3 യൂണിയനിലെ സംഗമ ഭൂമിയായിട്ട് മാറിയിട്ടുണ്ട്. യൂണിയൻ ബാങ്കിൽ പരമ്പരാഗതമായി വർഷങ്ങളോളം നിരവധി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടന, ആ സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആന്ധ്ര ബാങ്കിലും കോർപ്പറേഷൻ ബാങ്കിലുമൊക്കെ എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതാക്കളും പ്രവർത്തകരും കൂടി ചേരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇതൊരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ശക്തി ഉള്ള
ഒരു യൂണിയനായിട്ട് മാറിയിരിക്കുന്നു. അതിൽ നിങ്ങളൊക്കെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ജനറൽ സെക്രട്ടറി സഖാവ് ശങ്കർ, ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനിൽ ഞാനും ജോസനുമൊക്കെ ജോസൻ 2 ടേം പ്രവർത്തിച്ച്, ഞാൻ 1 ടേം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അറിവ് കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടൊക്കെ സമ്പന്നമായ ഒരു ലീഡർഷിപ്പാണ് AIBAക്ക് ഉള്ളത്. അത് ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട വിഷയമാണ്. അതിലും സ്വല്പം വൈകിയാണെങ്കിലും ഇപ്പോൾ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ലീഡർഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള, ഡെപ്തുള്ള, അറിവുള്ള, പരിചയമുള്ള, ബാങ്കിങ് ഇൻഡസ്ട്രിയെക്കുറിച്ച് നല്ല ആഴത്തിൽ അറിവുള്ള ഒരു സമുന്നത നേതാവാണ് സഖാവ് ശങ്കർ എന്ന് പറയുന്ന വലിയ അഭിമാനമുണ്ട്. പ്രതികരിക്കുന്ന ആളും മോശക്കാരല്ല കേട്ടോ. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന സഖാവ് രാംപ്രകാശും ആ ഒരർത്ഥത്തിൽ പ്രഗത്ഭൻ തന്നെയാണ്. മൊത്തം കയ്യടിയൊന്നും പോരാട്ടോ. ആരോ പറഞ്ഞു എല്ലാവരും ഒരു ടൗൺ ഹാളിൻ്റെ ഈ കസേരയുടെ ഒരു കിടപ്പും ഇരിപ്പും ഒക്കെ അങ്ങനെയാണത്. 2 കൈയോടെ വെച്ചാൽ പിന്നെ കൈയെടുക്കാൻ തോന്നില്ല. സന്തോഷമുണ്ട്. ഇവിടെ നേതാക്കൾ ഒരുപാട് കാര്യം പറഞ്ഞു. ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട ആളുമല്ല. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ജനറൽ മാനേജർ രേണുകി നായർ എപ്പോൾ വരും, അവരുടെ വാക്കുകളാണ് നമ്മളും അവരുടെയും കൂടി വാക്കുകൾ കേൾക്കാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട്. രാജ്യത്തെ ഏറ്റവും 5 വലിയ ബാങ്കുകളിൽ ഒന്നായിട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. യൂണിയൻ ബാങ്കിൽ നടക്കുന്ന ചലനങ്ങളൊക്കെ എല്ലാ ബാങ്കിലും ഞങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വന്ന് എല്ലാ ബാങ്കുകളിലും നടക്കുന്ന സംഭവ വികാസങ്ങളെ, വിശേഷിച്ച് HR ഫ്രണ്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ ആലോചനപ്പെടുത്തുന്നു. അതേസമയം ഇന്ത്യ രാജ്യത്ത് ഇന്ന് നോക്കുമ്പോൾ ഏത് മേഖല എടുത്ത് നോക്കിയാലും മികച്ച വിധത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ, സേവനത്തിൽ, ബിസിനസ്സിൽ, ലാഭത്തിൽ, ജനങ്ങളിൽ എത്തുന്ന സേവനങ്ങളിൽ ഒക്കെ തന്നെ മികച്ച വിധത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിലാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഗവൺമെൻറ് ഏറെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരുപാട് വിഷയങ്ങൾ, ജൻധൻ യോജന, സുരക്ഷാ യോജന, ഭീമാ യോജന, മുദ്രാ ലോണുകൾ, വിശ്വകർമ്മ, PM സ്വാനിധി ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുന്ന എങ്ങനെയാണ് എന്ന്, അത് 2014 ശേഷമല്ലല്ലോ ഇത് ആരംഭിക്കുന്നത്. അതിന് അടിത്തറ പാകി അങ്ങനൊരു പരിപ്രേക്ഷ്യം, വികസന പരിപ്രേക്ഷ്യം, സാമൂഹിക ലക്ഷ്യമൊക്കെ പ്രദാനം ചെയ്തത് 2014 അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 60കളിൽ 55-ൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദേശവൽക്കരണം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണം, തുടർന്ന് രാജ്യത്തെ പ്രബലമായിട്ടുള്ള മുതലാളിത്ത ശക്തികൾ, മുതലാളിമാർ കൈയാളിക്കൊണ്ടിരുന്ന ബാങ്കുകൾ ഏറ്റെടുക്കുക എന്നത് ദുഷ്കരമായിരുന്നു. 69-ൽ സാധ്യമാകുന്നതിൽ വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് നമ്മുടെയൊക്കെ പ്രസ്ഥാനം. അതാണ് ഈ കഴിഞ്ഞ 9-ാം തീയതി നമ്മുടെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാംപ്രകാശിൻ്റെ ചിന്തയിലും ആലോചനയിലും ഉത്ഭവിച്ച ഒരു ആശയം 1964-ൽ ഈ സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെട്ട AIBA സമ്മേളനം, 13-ാം സമ്മേളനം, ആ സമ്മേളനം കൈക്കൊണ്ട സുപ്രധാന നിലപാടുകൾ, തീരുമാനങ്ങൾ, അതിൻ്റെ പ്രാവർത്തികമാക്കൽ വീണ്ടും നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം ഈ സംസ്ഥാനത്ത് നമ്മൾ വിളിച്ചു ചേർത്തത്. നോ മോർ ട്രൈബ്യൂണൽ. സഖാവ് ശങ്കർ ഇന്ന് ബൈപ്പാർട്ടൈറ്റിനെ കുറിച്ച് ഏതാനും ദിവസങ്ങൾക്കതും അത് യാഥാർത്ഥ്യമാകും എന്ന് നമ്മൾ പറയുമ്പോൾ, അത് 12-ാം കരാർ, അതിന് പിന്നിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങളൊക്കെ നമ്മുടെ സ്മരണയിൽ ഓടിയെത്തുന്നുണ്ട്. നാഷണലൈസ് ആൾ ബാങ്ക്സ് എന്നുള്ള ആ ആശയം പ്രാവർത്തികമാക്കുന്ന വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനം AIBA. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ 97-ല് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് വന്നപ്പോഴും, 2008-ല് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറയുന്ന ക്രൈസിസ് സംഭവിച്ചപ്പോഴും, ഈ 23-ല് വിദേശത്ത് പല ബാങ്കുകളിലും തകർന്നടിഞ്ഞപ്പോഴും, നമ്മുടെ രാജ്യത്തിന് സമ്പദ്ഘടനയ്ക്കും ബാങ്കിങ് മേഖലയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കാൻ ഭരണാധികാരികൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നത് നമ്മളാണ്, നമ്മുടെ പ്രസ്ഥാനമാണ്, നിങ്ങളാണ്.
അത് ഭരണാധികാരികളും ഓർക്കേണ്ട ഒരു വലിയ അവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു. സംഘടന ശക്തി പ്രാപിച്ചു, അതിൽ ആഹ്ലാദമുണ്ട്. കുട്ടിഘോഷി നടപ്പാക്കിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അസോസിയേറ്റ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെ ലയനം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കണക്കുകളും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന് പുറത്തുവിട്ടിട്ടുണ്ട്. 8000 ശാഖകൾ പൊതുമേഖലാ ബാങ്കുകൾ അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ 23,000 ശാഖകൾ തുടങ്ങുന്നത് നവസ്വകാര്യ ബാങ്കുകൾ. മാർക്കറ്റ് ഷെയർ 10% കുറയുന്നു. വിപണി വിഹിതം, പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ വിപണി വിഹിതം 10% കുറയുന്നു. നവസ്വകാര്യ ബാങ്കുകളുടെ ബിസിനസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവരൊക്കെ കേമന്മാർ ആണ് എന്നുള്ള ഒരു വിലയിരുത്തലേക്ക് എത്താനും കഴിയുന്നില്ല. യെസ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നിരവധി സ്വകാര്യ ബാങ്കുകളും തകർന്നടിയുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകളെ അപേക്ഷിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ കേമം എന്ന് സ്ഥാപിക്കാനും ഭരണാധികാരികൾക്കും പോളിസി മേക്കേഴ്സിനും ഒന്നും കഴിയുന്നില്ല എന്നും നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ എന്ന നിലയ്ക്ക് ജനങ്ങളെ സ്വാധീനിക്കേണ്ട വലിയ വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്ന് ആഹ്വാനം ചെയ്യാൻ എളുപ്പമാണ്, പറഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷെ അത് ആരാണ് ചെയ്യാൻ പോകുന്നത്? കൗണ്ടറിൽ തലപൊക്കാൻ കഴിയുന്നില്ല, ആള് വേണം. അതാണ് വലിയൊരു പ്രക്ഷോഭം ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. റിക്രൂട്ട്മെന്റ് 2 ലക്ഷം ഒഴിവുകൾ നികത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന വലിയൊരു പോരാട്ടം അവസാനിച്ചിട്ടില്ല, ഒരു ഘട്ടമായതേ ഉള്ളൂ. ആളുകൾ വേണം. ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ വലിയ അഭിമാനമുള്ളത് CD റേഷ്യോ 99%. 27,000 കോടി ഡെപ്പോസിറ്റുമുണ്ട്, 27,000 കോടി അഡ്വാൻസുമുണ്ട്. ഏതാണ്ട് 100%. 367 ബ്രാഞ്ചസ്, 367 ബ്രാഞ്ചസ്. സംസ്ഥാനത്ത് ഏതാണ്ട് 11,000 കോടി 8,000 ബ്രാഞ്ചസ് ഉണ്ട്, ഇൻക്ലൂഡിങ് പ്രൈവറ്റ് സെക്ടർ. 8,000 ബ്രാഞ്ചസ് പ്രവർത്തിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഗവൺമെൻറ് സ്പോൺസേഡ് സ്കീംസിലൊക്കെ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കടത്തിവിടുന്ന പുതിയ പുതിയ ബിസിനസ് മോഡലുകൾ നോക്കുമ്പോൾ ബിസിനസ് കറസ്പോണ്ടൻസ് അഖിലേന്ത്യാ തലത്തിൽ യൂണിയൻ ബാങ്കിന് ഏതാണ്ട് 8,500 ശാഖകൾ ഉണ്ടെങ്കിൽ 19,000 ബിസിനസ് കറസ്പോണ്ടൻസ് ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 22,000 ശാഖകൾ, 80,000 ബിസിനസ് കറസ്പോണ്ടന്റുകൾ. അങ്ങനെ ബിസിനസ് കറസ്പോണ്ടന്റുകളുടെ എണ്ണം കൂട്ടി ഔട്ട്സോഴ്സ് ചെയ്ത് ബാങ്കിനകത്ത് നമ്മൾ നിർവഹിക്കുന്ന ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ജോബ്സ് മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ആ റിക്രൂട്ട്മെന്റ് എന്നുള്ള ആശയത്തിനെ തച്ചുടയ്ക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഗവൺമെന്റ് ഇത്തരം പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ബിസിനസ് കറസ്പോണ്ട്, തുച്ഛവേതനം, കമ്മീഷൻ ഏജന്റ്, അപ്രന്റീസുകൾ 3 വർഷത്തേക്ക് കാലാവധികളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റു ബാങ്കുകളും അത് നടപ്പാക്കണമെന്നും ശാഠ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. അപ്രന്റീസുകൾ, അങ്ങനെയും ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. ഇതൊന്നും പോരാഞ്ഞ് പുതിയൊരു ബിസിനസ് മോഡൽ എന്ന നിലയ്ക്ക് ഹോളി ഓൺഡ് സബ്സിഡറി എന്ന പേരിൽ ബാങ്കിനകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലികളും ഒരു സബ്സിഡറിയിലേക്ക് മാറ്റുക. ആ സബ്സിഡറിയിലേക്ക് നിയമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കരാർ അടിസ്ഥാനത്തിൽ 3 വർഷം നിയമിച്ചാൽ മതി. അവർക്ക് 5 ഡേ ബാങ്കിങ്ങും ഇല്ല, 6 ഡേ ബാങ്കിങ്ങും ഇല്ല. അവർക്ക് പെൻഷനും കൊടുക്കണ്ട, PF കൊടുക്കണ്ട, ഗ്രാജുവേറ്റും കൊടുക്കണ്ട. കോസ്റ്റ് കമ്പനി എന്ന പേരിൽ കുറച്ച് എന്തെങ്കിലും വേതനം കൊടുത്താൽ വേണമെങ്കിൽ അവർക്ക് NPS വേണമെങ്കിൽ ചേരാം. ആ വിധം നമ്മൾ കൺമുമ്പേ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക്. എല്ലാ മാനേജ്മെന്റുകളും ചൂണ്ടിക്കാണിക്കുന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും വികൃതമായ HR പോളിസി പാലിക്കുന്ന വേറൊരു പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ടാകില്ല. അവിടെ ആയിരക്കണക്കിന് തസ്തികൾ, സ്വീപ്പർ തസ്തികൾ, സബോർഡിനേറ്റ് കാഡർ തസ്തികൾ ഔട്ട്സോഴ്സ്ഡ് ആണ് 97 മുതൽ, 1997 മുതൽ. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കേണ്ട ബാധ്യത ഇന്ന് ബാങ്കിനെ പിന്മാറ്റുകയാണ്. അപ്പൊ സബ്കെ സാബ് സബ്കെ വികാസ് ഒക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ അത് നടപ്പാക്കുന്ന വിധത്തിനെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ജനിക്കുന്ന ഒരു ഘട്ടത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന വിധത്തിൽ, പബ്ലിക് സെക്ടറിനെ പുനഃക്രമീകരിക്കുന്ന വിധത്തിൽ
നോ മോർ പബ്ലിക് സെക്ടർ ബെയർ മിനിമം പ്രസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പോളിസീസിൽ മാറ്റം വരുന്ന പബ്ലിക് സെക്ടർ നിലവിലുള്ള ഇനിയും 12 ബാങ്കുകൾ വീണ്ടും വെട്ടിച്ചുരുക്കി എണ്ണത്തിൽ കുറയ്ക്കുമെന്നും ഓണർഷിപ്പ് മാറ്റുമെന്നും പറഞ്ഞ പോളിസി പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആളുകളെ നിയമിക്കാതെ ഔട്ട്സോഴ്സ് ചെയ്ത് കോൺട്രാക്ട് വൽക്കരണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ സംഘടനയ്ക്ക് ചെറുതല്ലാത്ത വലിയൊരു ദൗത്യമാണുള്ളത്. അത് നടപ്പാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികളെ നടപ്പാക്കി വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളെ BSRB വഴി IBPS വഴിയൊക്കെ നമ്മൾ റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ ഇന്ന് ബാങ്കിനകത്ത് നിൽക്കുന്നത്. അന്ന് ഒരു യൂണിയനും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു ഘടക സംഘടനകളും ഓവർ ടൈം വേണമെന്നല്ല വാദിച്ചത്. വി വാണ്ട് റിക്രൂട്ട്മെന്റ് എന്നാണ് ആവശ്യപ്പെട്ടത്. ആ ചരിത്രം ആവർത്തിക്കേണ്ടി വരികയാണ്. ആവർത്തിച്ചുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്നുള്ള വിഷയം മുൻനിർത്തിക്കൊണ്ട് വലിയ പോരാട്ടം നടക്കേണ്ട ഒരു ഘട്ടത്തിൽ സംഘടനാ ദൗത്യം ചെറുതല്ല, വലുതാണ്. ചുറ്റും നടക്കുന്ന പ്രചരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ മുഖ്യ വിഷയങ്ങളിൽ നിന്ന് മാറ്റി ഏതാണ് വിഷയം അത് വിഷയത്തിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ജോലി, കൂലി, ജോലിസുത, പെർ ക്യാപിറ്റ ഇൻകം, സ്റ്റേബിൾ ജോബ്, ഡീസന്റ് ജോബ്, ഇതൊന്നും വിഷയമല്ലാത്ത വിധത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ദേശീയത എന്ന വിധത്തിൽ അതിനെ ഒന്ന് ജ്വലിപ്പിക്കാൻ ശ്രമിച്ച് അതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ അത് പ്രോജ്വലിപ്പിച്ചുകൊണ്ട് വികാരം കൊള്ളിച്ചു പോകുന്ന ശൈലിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നന്നായിട്ട് ആലോചിച്ച് പ്രതികരിച്ചു പോകേണ്ട ഒരു വലിയ ദൗത്യമുണ്ട്. അത് നമുക്ക് നിർവഹിക്കാം. ഇത്തരം സമ്മേളനങ്ങൾ, വേദികൾ, വരാൻ പോകുന്ന സമ്മതിദാന അവകാശമൊക്കെ നമുക്ക് നിർണായകമാണ്. ജോലിസ്ഥലത്ത് നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യം വീടുകളിൽ ചെല്ലുമ്പോൾ അതെങ്ങനെ രൂപാന്തരപ്പെടുന്നു നമ്മൾ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ തന്നെ ജോലിയുടെ വിഷയമാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. മറ്റാർക്കോ വേണ്ടി വിളിക്കാൻ പോകുന്ന മുദ്രാവാക്യമല്ല ഇനി നമ്മുടെ വിളിക്കാൻ പോകും, നമുക്ക് തന്നെ വേണ്ടി വിളിക്കേണ്ട മുദ്രാവാക്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് അർത്ഥവത്തായി അർത്ഥമറിഞ്ഞ് നമുക്ക് വിളിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ 37ാം സമ്മേളനം അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഒരു വലിയൊരു സംഗമഭൂമിയായി മാറിക്കഴിഞ്ഞ ഈ സംഘടന വരാൻ പോകുന്ന വെല്ലുവിളികളിൽ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിലും ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ദേശീയ പ്രവർത്തനങ്ങളിലും വലിയ പങ്ക് വഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. ലാൽ സലാം. അടുത്തതായിട്ട് നമ്മുടെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് യൂണിയൻ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ഗംഗാധരൻ സംസാരിക്കും. അധ്യക്ഷവേദിയിലെ ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, സഹാക്കളെ, ഇങ്ങനെ ഒരു സമ്മേളനം കാണണമെന്നുകൊണ്ട് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. കാര്യം രണ്ട് ബാങ്കുകൾ തമ്മിലുള്ള സംയോജനം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. കാര്യം ഈ സംയോജനം കൊണ്ട് ഉണ്ടായത് നാട്ടുകാർക്കും അല്ലെങ്കിൽ ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനും മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ബാങ്കിലുള്ള പല ബാങ്കുകളിലുള്ള സംഘടനകളെ ഒന്നിച്ചാകാൻ ശ്രമിക്കാൻ കൂടി പറ്റാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഈ ബാങ്കുകളെ സംയോജിപ്പിച്ചത്. അപ്പോൾ ഈ സംഘടനകളെ സംയോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് ശരിക്ക് കാര്യമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശങ്കർ, നമ്മുടെ അതുപോലെ ആൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി രാംപ്രകാശും ഈ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു സംയോജനം നടത്താൻ ഇതിനെ സഹായകമാക്കി എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവരോട്
നമ്മളെ നന്ദി അറിയിച്ചുകൊള്ളണം. കാരണം എന്താണെന്ന് വെച്ചാൽ പല ബാങ്കുകളിലും ഇനിയും ഈ പ്രശ്നങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുക. ഇത് മറ്റേ അതിന് പല പ്രശ്നങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും നോക്കാതെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഇങ്ങനെ ഒരു സമ്മേളനം വളരെ സുന്ദരമായിട്ട് സന്തോഷമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഇവിടെ സംയോജിപ്പിച്ച് നടത്തിയ ഇതിൻ്റെ പ്രധാന ഭാരവാഹികളായ നമ്മുടെ ശങ്കറോടും രാംപ്രകാശിനോടും നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഞാനിവിടെ പ്രതിനിധീകരിക്കുന്നത് റിട്ടയറീസിൻ്റെ ഒരു പ്രതിനിധി ആയിട്ടാണ്. ആൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷനിൽ അഫിലിയേറ്റ് ആയിട്ടുള്ള ആൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ്റെ കേരള ഘടകമായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയറീസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ കൃഷ്ണൻ സംസാരിച്ചു, ശങ്കർ സംസാരിച്ചു, എല്ലാം റിട്ടയറീസിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റിട്ടയറീസിൻ്റെ പ്രശ്നങ്ങളെക്കാളും വളരെ ഗൗരവപരമായ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ഇൻ സർവീസ് എംപ്ലോയായിട്ടുള്ള സഖാക്കൾക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിയൻ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ ഇപ്പോൾ ഈ ജനവിലുള്ള ജീവനക്കാരുടെ യൂണിയൻ ശക്തിയായാൽ മാത്രമേ റിട്ടയറീസിൻ്റെ കാര്യം നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആരുമില്ല. ബിക്കോസ് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ ടേക്കപ്പ് ചെയ്യാൻ അതിന് പറ്റിയ ആളുകൾ നമ്മുടെ യൂണിയൻ്റെ സഖാക്കൾ മാത്രമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് സന്തോഷപൂർവ്വം ഇത്രയും അധികം ആളുകളെ ഒന്നിച്ച് കാണാൻ നമുക്ക് അവസരം തന്നതിൽ നന്ദിയുണ്ട്. ദെൻ ഒറ്റ കാര്യം മാത്രം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംഘടനയുടെ ഇടയ്ക്കുണ്ടായ ചെറിയ ഒരു മാന്ദ്യത്തിൽ ഒരു അലസത ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ യൂണിയൻ ബാങ്ക് ഓഫ് എംപ്ലോയീസ് യൂണിയൻ്റെ ഭാരവാഹിയായിട്ട് ഒരുപാട് കാലം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇടയിൽ ഒരു അലസത ഉണ്ടായിരുന്നു. ആ അലസതയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് ശരിയാക്കി വരുന്നുണ്ട്. നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിഘടനവാദികളായ ചില സംഘടനകളെ അവരുടെ യൂണിയനിലേക്ക് മാറ്റിയത് കൊണ്ട് നമുക്കതിൻ്റെ ഒരു ക്ഷീണം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഇനിയുള്ള ഈ വരാൻ പോകുന്ന കമ്മിറ്റി ഈ നമ്മുടെ സംഘടനയിൽ നിന്നും വിഘടിച്ചു പോയി വേറെ സംഘടനയിൽ നിൽക്കുന്ന ആളുകളെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ സംഘടനയെ ശക്തിപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഏതായാലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും നിങ്ങളുടെ മുമ്പിൽ 4 വാക്ക് സംസാരിക്കാനും അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ സ്ഥാപക നേതാവ്, യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട ബാലാജി നിങ്ങളെ അഭിസംബോധന സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന അഭിവന്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു. ഡോക്ടർമാർ എനിക്ക് പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്. എങ്കിലും നിങ്ങളെ കാണുവാനുള്ള ഒരു മോഹം കൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളതാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയനെ സംബന്ധിച്ച് വളരെ വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഘടന 37 സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തി അതിൻ്റെ
ഒരു ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഒരു വേള എന്ന് പറഞ്ഞാൽ സംഘടനയെ സംബന്ധിച്ച് വളരെയേറെ ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനും ഉള്ള മുഹൂർത്തമാണ്. ഈ സമ്മേളനം നടക്കുന്നത് സഖാവ് CA ജെയിംസ് കുട്ടി ഹാളിലാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നാം നാമകരണം ചെയ്തിട്ടുള്ള ജെയിംസ് കുട്ടി നഗറിലാണ് 37ാം സംസ്ഥാന സമ്മേളനം. ജെയിംസ് കുട്ടിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 37ാം സംസ്ഥാന സമ്മേളനം നടത്തുന്ന ഈ സംഘടന 1960 രൂപീകൃതമായി വളരെയേറെ ത്യാഗങ്ങളും വളരെയേറെ സാക്രിഫൈസും എല്ലാം സഹിച്ച് ആ സംഘടനയെ വളർത്തി ഇന്ന് മഹത്തായ ഒരു സംഘടനയായി വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ സംഘടന അഭിമാനം കൊള്ളുന്നു. ഈ 63 വർഷത്തെ സേവന പാരമ്പര്യത്തിൽ നമ്മുടെ സംഘടന നിരവധി പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം നടത്തി വളരെയേറെ വിജയക്കൊടികൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ അംഗങ്ങളായിരുന്ന ഒരു കുഞ്ഞിൻ്റെ പോലും കണ്ണുനീര് ഈ സ്ഥാപനത്തിൽ വീഴുവാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടില്ല, അവസരം കൊടുത്തിട്ടില്ല. അത്ര മഹത്തായി സംഘടനയെ നയിക്കുവാൻ നമ്മുടെ അഖിലേന്ത്യാ നേതാക്കളും നമ്മുടെ സ്റ്റേറ്റ് നേതാക്കളും എല്ലാം എക്കാലവും മുൻപന്തിയിലുണ്ടായിരുന്നു. അങ്ങനെ മഹത്തായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംഘടനയാണ് നമ്മുടേത്. ഇനിയും ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിച്ചതോടുകൂടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും കരുത്തുറ്റ മഹത്തായ സംഘടനയായി വളർന്നു കഴിഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ പതാക ഉയർത്തിയ സമയത്ത് അദ്ദേഹം ഒരു ആഹ്വാനം നൽകുകയുണ്ടായി. അത് അടുത്ത സമ്മേളനത്തോടു കൂടി നമ്മൾ കേരളത്തിലേതല്ല ഇന്ത്യയിലെ ഒട്ടിക്ക് ഏക സംഘടനയായി വളർത്തണം, അത് നിങ്ങൾ മുൻകൈയെടുക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം, നമ്മളുടെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണം, സംഘടനയെ മുന്നോട്ട് നയിക്കണം. നമുക്ക് കേരളത്തിൽ നമ്മൾ ഒരു യൂണിയൻ വോയിസ് ഉണ്ടായിരുന്നു, യൂണിയൻ്റെ ഒരു റിലീഫ് ഫണ്ട് ഉണ്ടായിരുന്നു, യൂണിയൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു. ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം പുനർജീവൻ കൊടുത്തുകൊണ്ട് അതിനെ ശക്തമായി നയിക്കുവാൻ ഇൻകമ്മിങ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശ്രമിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും നമ്മളോടൊപ്പം പ്രവർത്തിച്ച മുഴുവൻ അംഗങ്ങളെയും നേതാക്കന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് സംഘടനയെ ശക്തമായി നയിച്ച നേതാക്കന്മാർക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് മുൻകാല ഈ സംഘടനയെ സ്ഥാപിച്ച മുൻകാല നേതാക്കന്മാരുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വരും തലമുറയെ നയിക്കുവാൻ നിങ്ങൾ ശക്തരാകട്ടെ, സംഘടന ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ. ഈ സംഘടനയ്ക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സംഘടന അത്യുന്നതയിൽ നയിക്കുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അടുത്തതായിട്ട് യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ചെയർമാൻ CP മോഹനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. Hey comrades, good afternoon. Dear our beloved General Secretary, Comrade Shankar, Ram Prakash, Anandakrishnan Krishna and Anandakrishnan, and my fellow office bearers and my dear comrades. പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞു.
അതിൽ നിന്നും നമ്മുടെ ഈ ഇൻ്റഗ്രേറ്റഡ് സംഘടനയുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം ഇത്രയധികം ഏകദേശം 500ഓളം സഖാക്കളുടെ പ്രാതിനിധ്യം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച തോതിലുള്ള വിജയം കാണാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇനി ഒന്നിച്ചൊന്നായ 3 ബാങ്കുകളുടെയും കൂടി 3 സംഘടനകൾ ഒന്നിച്ചൊന്നായ ഈ സംഘടനയെ വരാൻ പോകുന്ന പുതിയ തലമുറയിലെയും മധ്യതലമുറയിലെയും പഴയ തലമുറയിലെയും നേതാക്കൾ ക്യാരി ഫോർവേഡായി സമുജ്വല ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഒരു കരുത്തുറ്റ കേരള സംസ്ഥാന ഘടകമായി മാറാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 ബാങ്കിൻ്റെയും കൂടി ചേർന്ന സമുജ്വലമായ പാരമ്പര്യമുള്ള 3 സംഘടനയുടെയും പ്രധാനപ്പെട്ട നമ്മുടെ ക്രീം ആളുകളാണ് നമ്മുടെ കോമ്രേഡ്സ്. അപ്പം ഇനി ഈ സംഘടനയെ നയിക്കാൻ വളരെയധികം കഴിവുള്ള പുതിയ വരാൻ പോകുന്ന കമ്മിറ്റിക്ക് കഴിയുമാറാവട്ടെ എന്നും കൂടി ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല കാരണങ്ങളാൽ കൊണ്ട് അത് കുറച്ച് വൈകിപ്പോയി എങ്കിലും കൂടി ഇത്രയും വളരെ നല്ല രീതിയിൽ എറണാകുളത്ത് വെച്ച് ഈ സമ്മേളനം നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഒരിക്കൽ കൂടി കേരളത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും 6 റീജിയനിൽ നിന്നും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള ആ കടമ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ലാൽ സലാം. പബ്ലിക് സെക്ഷന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി സ്വാഗത സംഘം ജനറൽ കൺവീനർ സഹ ഗോവിൽ പിള്ളേ. നമ്മുടെ പ്രിയങ്കരിയായ GM എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ തിരക്കുള്ള ഇതിനിടയിലും നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ കഴിയും. മാഡത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ 18 സോണുള്ളതിൽ 18ാം സ്ഥാനത്ത് കിടന്ന് മാഡത്തിൻ്റെ ഒരു മാജിക്ക് കൊണ്ട് 12ാം സ്ഥാനത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കുകയും നമ്മുടെ മാഡത്തിൻ്റെ കീഴിലുള്ള റീജിയനുകളെല്ലാം തന്നെ അവരവരുടെ പാരാമീറ്ററുകൾ അച്ചീവ് ചെയ്യാൻ മാഡത്തിൻ്റെ പ്രത്യേക ഒരു രീതിയിലുള്ള കഴിവുകൊണ്ട്. കാരണം റിവ്യൂ മീറ്റിങ്ങുകളൊന്നും യുദ്ധകളങ്ങളല്ല, അതെല്ലാം സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും തണലിൻ്റെയും കൂടാരങ്ങളാണെന്ന് കാണിച്ചുകൊണ്ട് അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സോണിനെ 12ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് മാഡം. അടുത്തതായിട്ട്
നമ്മുടെ ഈ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ GM രേണു മാഡം സംസാരിക്കും. ഗുഡ് മോർണിംഗ് ഓൾ. സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളും, അനന്തകൃഷ്ണൻ, N. ശങ്കർ, രാം പ്രകാശ്, KS കൃഷ്ണ സർ, പത്മനാഭൻ M, I think CP Mohan is not there, PR സുരേഷ്, ഗോകുൽ UK പിള്ളെ, TN ഗംഗാധരൻ, രാജേന്ദ്രൻ, ബിജോയ്, അനിൽകുമാർ, ഈ വേദിയിൽ എത്തിച്ചേരാനും നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യാനുമായിട്ട് എനിക്ക് ലഭിച്ചൊരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കരുതുന്നത്. കാരണം എനിക്ക് എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് കാണാനും സംസാരിക്കാനും കഴിയാൻ പറ്റിയതിൽ അനന്തകൃഷ്ണനോട് വളരെയധികം നന്ദിയുണ്ട്. അനന്തകൃഷ്ണൻ പ്രത്യേകം എൻ്റെ പുറകെ നടന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്. ഇനി ഞാൻ പറയുകയാണെങ്കിൽ അനന്തകൃഷ്ണൻ ഒരു ക്ലറിക്കൽ ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എൻ്റെ പ്രസംഗം അത്ര നല്ലതല്ല മലയാളത്തിൽ. പക്ഷെ നിങ്ങളെല്ലാവരും മലയാളികളായതുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുകയാണ്. അനന്തകൃഷ്ണൻ ഒരു ക്ലറിക്കൽ ആണെങ്കിൽ പോലും അതിൽ ഉപരിയായിട്ടാണ് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കാരണം ഞാനിവിടെ വന്ന് മാംഗ്ലൂർ സോണിൽ ജോയിൻ ചെയ്തതിൽ പിന്നെയാണ് പരിചയപ്പെട്ടത്. അതും ഒരിക്കൽ എന്നെ കോണ്ടാക്ട് ചെയ്തതിൽ ഒരു മീറ്റിങ്ങിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, മാഡം ഈ ഒരു ബിസിനസ്സിന് പോകാം, നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബിസിനസ് നമുക്ക് ട്രൈ ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ കോട്ടയത്ത് ഒരു ബിസിനസ്സിനായി ട്രൈ ചെയ്യായിരുന്നു. അനന്തകൃഷ്ണൻ അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു, നോർമലി നമ്മൾ വിചാരിക്കുക ക്ലറിക്കലാണെങ്കിൽ 10 മണിക്ക് വന്ന് 5 മണിക്ക് പോണ ഒരാൾക്കാരാണെന്ന് വിചാരിക്കുക. പക്ഷെ അനന്തകൃഷ്ണൻ അതിനൊക്കെ ഒരു നിങ്ങളുടെ എന്താ പറയുക, ഒരു പ്രതിച്ഛായ മാറ്റിക്കൊടുത്തൊരു വ്യക്തിയാണ് അനന്തകൃഷ്ണൻ. അതിലൂടെ ഞാൻ എല്ലാവരോടും പറഞ്ഞ യങ്സ്റ്റേഴ്സായിട്ട് എല്ലാവരും അതൊരു മാതൃകയായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനന്തകൃഷ്ണനെ. ബാക്കി നമ്മുടെ ABA ആയിട്ട് ഞങ്ങളുടെ സോണൽ ഓഫീസുമായിട്ട് നല്ല റിലേഷനാണ്. അവർ മറ്റുള്ള ഓരോ IR മീറ്റിങ്ങിലും എനിക്ക് കിട്ടുന്ന സജഷൻ, ഐ തിങ്ക് സാർ അവിടെ വരാറുണ്ട്, IR മീറ്റിങ്ങിൽ പല സജഷനും തരാറുണ്ട്. വളരെ നല്ല സജഷനുകളാണ് തരാറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. സോ ഞാൻ ഒരിക്കലും ഇതൊന്നും വിചാരിച്ചതല്ല, ഇങ്ങനെയൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ക്ലറിക്കൽ യൂണിയന് വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ആൻഡ് മാംഗ്ലൂർ സോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 18 സോണുകളിൽ നമ്മൾ ഒരു, ഞാനിവിടെ വരുന്ന സമയത്ത് പൊസിഷൻ കുറച്ച് വീക്കായിരുന്നു, പല കാര്യങ്ങളിലും പുറകെ ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ എല്ലാ സഹായത്തോടു കൂടിയിട്ടും, ക്ലറിക്കൽ സ്റ്റാഫിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും സഹായത്തോടു കൂടി ഇന്ന് മാംഗ്ലൂർ സോണിൻ്റെ ഒരു പേര് പാൻ ഇന്ത്യയിലുണ്ട്. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും ഇനി ഭാവിയിലും എല്ലാവിധ സഹായങ്ങളും സോണിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. മാംഗ്ലൂർ സോൺ ഒരു പാൻ ഇന്ത്യയിൽ നമ്പർ 1 ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ചും കേരളത്തിലെ ബ്രാഞ്ചുകൾ കുറച്ചുകൂടെ ഓപ്പൺ ചെയ്ത് കേരളത്തിനായിട്ട് ഒരു സോണൽ ഓഫീസ് കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നടക്കുമോ എന്നറിയില്ല, നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം. താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും മാഡത്തിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
മാഡം റിപ്ലൈ ചെയ്താൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം. Hello, comrades. FGM wants to know that if there are any questions or issues you may raise. I told her that as per discipline nobody will raise. As the General Secretary of All India Union Bank Employees Association, I will highlight you what they are feeling and what they are wanting. Kerala is constituting a substantial percentage of your FGMO business. If I am correct, out of 76,000 crore, 52,000 crores comes from state of Kerala itself. Kerala has got sufficient number of branches also. But what they feel is there are certain areas where you can explore new business by opening new branches. Second thing, what they are feeling is that the digitalization channels are not up to the mark. Somewhere some extra efforts are required to correct these features. Bank is feeling that my digitalization channel is working, so it takes care of the needs of the customer and the footfall is reducing. That is why it is not going for recruitment, that is their feeling. But what we have observed through our experience is that still bank is in the transition period to switch over from manual banking to digital banking. And that is why in this transition period, the issues which are getting identified has to be addressed properly. Many of the branches are not having proper passbook printing machines, cash recycler machines, note sorter machines, and many of the branches are not having such stuff also to keep the premises clean and neat. So what they are feeling is that as a zonal head, you should also convey these feelings to the top management to find out some of the issues. The outsourcing methods adopted by the bank also requires a thorough review, because the cash vans collecting the cash, the timings at which they are collecting the cash, and the rules and regulations are not being followed. Like that, they are having a lot of issues which we have collected so far. I know that these are the issues which require policy corrections also. At the same time, it requires some personal attention of the particular department so that the personalized touch can be given to address these issues. What they feel is that if you are able to supplement and complement their efforts through the methods of digitalization, then it can help them also. UBI Services Limited, the manner and the manner in which they are working inside the branches, and that is also causing concern for our people. So what we are saying is that Kerala can grow further
if bank is able to address these issues, along with that providing with adequate manpower, then Kerala may be able to, fulfill the dream which you just now told, that Kerala itself should have one FGMO. That may be fulfilling also. That's what we are feeling. So we want you to take note of this issue. Actually, this note has been, these particular points have been highlighted to many people, and we are highlighting through you also, so that if you get a chance to talk to the top management, you should also highlight this. After all, aspirations and expectations of the people are more important. If you are not able to meet their needs, then the business can also not grow and bank can also, move forward. So we hope that you will be able to take up these issues in a proper manner and proper forum, so that our people from Kerala will get some relief. Thank you, madam. Thank you. നമ്മൾ മാഡത്തിന് ഒരു മെമൻറ്റോ നൽകി ആദരിക്കുകയാണ്.
അഗൈൻ താങ്ക് യു. ഈ ഒരു സമ്മാനത്തിനും ഈ ഒരു ബഹുമാനം തന്നതിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഗോകുൽ UK പിള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കോമ്രേഡ് സി അനന്തകൃഷ്ണൻ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 37ാം സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്തുവാൻ തീരുമാനമെടുത്ത യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ആദ്യമേ തന്നെ നന്ദി ആശംസിക്കുന്നു. ഈ ഒരു സമ്മേളനം ഇവിടെ നടത്തുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച കോമ്രേഡ് എൻ ശങ്കർ സൂചിപ്പിച്ചു, ഈ ഒരു സമ്മേളനം ഒരു യൂണിഫൈങ് പ്രോസസ്സാണെന്ന്. തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് ഈ സമ്മേളനം നടക്കുന്നതെങ്കിൽ കൂടി 3 ബാങ്കുകളുടെ മെർജറുകൾക്ക് ശേഷം ആ 3 യൂണിയനുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ സമ്മേളനം നടത്തുവാൻ സാധിച്ചതിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമ്മേളനം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റെടുത്ത് അവരുടെ ചുമതലകൾ നല്ല രീതിയിൽ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അടുത്ത സമ്മേളനം വരുന്ന സമയത്ത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കേരളയിൽ AIBAയുടെ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ മാത്രം അംഗങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമേ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റുമായ കോമ്രേഡ് സി അനന്തകൃഷ്ണന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ പേരിലും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലും നന്ദി ആശംസിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റുമായ കോമ്രേഡ് എൻ ശങ്കർ, ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് കോമ്രേഡ് എൻ ശങ്കർ ഓൺ ബിഹാഫ് ഓഫ് this August conference and All Kerala Bank Employees Federation. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി രേണു കെ നായർ, GM ആൻഡ് സോണൽ ഹെഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മാംഗ്ലൂർ സോൺ, മാഡത്തിനും ഈ സമ്മേളനത്തിൻ്റെ പേരിലും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലും നന്ദി ആശംസിക്കുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോമ്രേഡ് രമേശ് റാവുവിന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ പേരിലും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലും നന്ദി ആശംസിക്കുന്നു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കോമ്രേഡ് KS കൃഷ്ണയ്ക്ക് ഈ സമ്മേളനത്തിൻ്റെ പേരിലും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലും നന്ദി ആശംസിക്കുന്നു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയുമായ കോമ്രേഡ് B രാംപ്രകാശിന് ഈ സമ്മേളനത്തിൻ്റെ പേരിലും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലുമുള്ള നന്ദി ആശംസിക്കുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായ, അതുപോലെ തന്നെ മുൻ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയായി പ്രവർത്തിച്ച് ഇന്നും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയ്ക്ക് വഴികാട്ടിയും ഉപദേശകനുമായി നമ്മളോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന കോമ്രേഡ് PS ബാലൻ എന്ന ബാലേട്ടന് ആദരപൂർവ്വം സ്നേഹത്തോടുകൂടി നന്ദി ആശംസിക്കുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയറീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കോമ്രേഡ് TN ഗംഗാധരന് ഈ സമ്മേളനത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിലുമുള്ള നന്ദി ആശംസിക്കുന്നു. ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കോമ്രേഡ് M പത്മനാഭന് ഈ സമ്മേളനത്തിൻ്റെ പേരിലും AKBFൻ്റെ പേരിലുമുള്ള നന്ദി ആശംസിക്കുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ ചെയർമാൻ കോമ്രേഡ് CP മോഹന് ഈ സമ്മേളനത്തിൻ്റെ പേരിലും
അതുപോലെ തന്നെ AKBF-ൻ്റെ പേരിലുമുള്ള നന്ദി ആശംസിക്കുന്നു. Union Bank Employees Union Tamil Nadu General Secretary, Comrade A. Chidambaram. I also take this opportunity to thank Comrade A. Chidambaram on behalf of All Kerala Bank Employees Federation and this August conference. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ എല്ലാ ഉപദേശങ്ങളും തന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വഴികാട്ടി ഇവിടം വരെ എത്തിച്ച കോമ്രേഡ് PR സുരേഷിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിലും AKBF-ൻ്റെ പേരിലുമുള്ള നന്ദി ആശംസിക്കുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ വൈസ് പ്രസിഡന്റ് കോമ്രേഡ് രജീന്ദ്രന് AKBF-ൻ്റെയും ഈ സമ്മേളനത്തിൻ്റെയും പേരിലുള്ള നന്ദി ആശംസിക്കുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കോമ്രേഡ് ബിജോയ് കെക്ക് ഈ സമ്മേളനത്തിൻ്റെ പേരിലും AKBF-ൻ്റെ പേരിലുമുള്ള നന്ദി ആശംസിക്കുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ ട്രഷറർ കോമ്രേഡ് അനിൽ കുമാർ കെ, അദ്ദേഹത്തിനും ഈ സമ്മേളനത്തിൻ്റെ പേരിലും AKBF-ൻ്റെയും പേരിലുള്ള നന്ദി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പമുള്ള UFBU സംസ്ഥാന കൺവീനർ കോമ്രേഡ് CD ജോസൻ, അതുപോലെ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളായ കോമ്രേഡ് S രാമകൃഷ്ണൻ, കോമ്രേഡ് CK ജയപ്രകാശ്, കോമ്രേഡ് P ജയപ്രകാശ്, കോമ്രേഡ് U ഷാജി, കോമ്രേഡ് AC ജോസഫ്, അതുപോലെ തന്നെ AKBF-ൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സ്, ജില്ലാ ഓഫീസ് ഭാരവാഹികൾ, അതുപോലെ തന്നെ 2 ജില്ലാ സെക്രട്ടറിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കോമ്രേഡ് ബോധിസത്വൻ കെ റെജി, അതുപോലെ ട്രിവാൻഡ്രം ജില്ലാ സെക്രട്ടറി കോമ്രേഡ് സുബിൻ ബാബു, കൂടാതെ കോമ്രേഡ് ലോറൻസ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, കോമ്രേഡ് നവീൻ M കൊല്ലം ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള AKBF-ൻ്റെ ഓഫീസ് ബെയറേഴ്സ്, റിസപ്ഷൻ കമ്മിറ്റി അംഗങ്ങൾ, ഈ ഒരു സമ്മേളനം വിജയമാക്കി തീർക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച റിസപ്ഷൻ കമ്മിറ്റി അംഗങ്ങൾ, ഓൾ കേരള ബാങ്ക് AKBF എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസ് ബെയറേഴ്സ്, EC മെമ്പേഴ്സ്, ടൗൺ സെക്രട്ടറീസ്, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ എറണാകുളം റീജിയനിലുള്ള സഖാക്കൾ, റിട്ടയറി സുഹൃത്തുക്കൾ, അതുപോലെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഈ ഒരു സമ്മേളനം വിജയമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഖാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം. പൊതുസമ്മേളനം അവസാനിച്ച് ഡെലിഗേറ്റ് സെക്ഷൻ ആരംഭിക്കുകയാണ്. ഡെലിഗേറ്റ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി AIBയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയായ സഖാവ് രാംപ്രകാശിനെ ക്ഷണിച്ചുള്ളൂ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കേരളയുടെ 37ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, യൂണിയൻ്റെ പ്രസിഡന്റ് സഖാവ് അനന്തകൃഷ്ണൻ, നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും AIBയുടെ വൈസ് പ്രസിഡന്റുമായ സഖാവ് N ശങ്കർ, AKBF-ൻ്റെ പ്രസിഡന്റ് സഖാവ് KS കൃഷ്ണ, യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തമിഴ്നാടിൻ്റെ ജനറൽ സെക്രട്ടറിയും AIBയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് ചിദംബരം, ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് പത്മനാഭൻ, സഖാവ് ബാലേട്ടൻ, സഖാവ് TN ഗംഗാധരൻ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയുടെ ഭാരവാഹികളെ, ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള AKBF-ൻ്റെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ്റെ നേതാക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 550ഓളം സഖാക്കൾക്ക് കേരളത്തിലെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ കൊടിക്കീഴിൽ പ്രവർത്തിക്കുന്ന 15,000 സഖാക്കളുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ആദ്യമേ ഞാൻ നേരുകയാണ്. ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി സസന്തോഷം അറിയിക്കുകയാണ്. ഇവിടെ നിരവധി നേതാക്കൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. വീണ്ടും വീണ്ടും പ്രസംഗം കേൾക്കുന്നത് ഒരു ബോറടിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് അറിയാം. എന്നാലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗം നിർത്താം. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് ശങ്കർ, അതുപോലെ തന്നെ സഖാവ് KS കൃഷ്ണയൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഒരു 3 ബാങ്കുകളുടെ ലയനം, അതിൻ്റെ പശ്ചാത്തലം എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഇത് നമ്മൾ ആഗ്രഹിച്ച ഒരു ലയനമല്ല എന്നുണ്ടെങ്കിലും
ഇന്ത്യയിലെ ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ചേഞ്ചിനെയും ഉൾക്കൊള്ളാൻ തയ്യാറായി വളരെ മനോഹരമായി അഡാപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന സഖാക്കളാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നതിൽ അതീതമായ സന്തോഷമുണ്ട്. 1919 യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കപ്പെട്ടത്. ശ്രീ പോദ്ദാറാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഫൗണ്ടർ. യൂണിയൻ ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. അത്രയും ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഒരു ബാങ്കാണ് യൂണിയൻ ബാങ്ക്. നമ്മുടെ കോർപ്പറേഷൻ ബാങ്ക് 1906 ഉടുപ്പിയിൽ ആരംഭിക്കപ്പെട്ട ബാങ്കാണ്. 1923 മച്ചിലിപ്പട്ടണത്തിൽ ആരംഭിക്കപ്പെട്ട ബാങ്കാണ് ആന്ധ്ര ബാങ്ക്. അങ്ങനെ 3 വ്യത്യസ്തമായ പശ്ചാത്തലമുള്ള ബാങ്കുകളെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാർ അവരുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ലയനം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ ഈ സംസ്ഥാനത്തെ ഉള്ള നമ്മുടെ 3 ബാങ്കുകളിലെയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സഖാക്കൾ 1/4/2020 ലയനത്തിന് ശേഷം ഒരുമിച്ചിരിക്കുകയും സഖാവ് CD ജോസൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ആ യൂണിയൻ സംയോജനം വളരെ മനോഹരമായ രീതിയിൽ നടത്തുകയും ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളെല്ലാവരെയും ആൾക്കാരുടെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിൽ വീണ്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ വളരെ കോർഡിനേറ്റഡായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ സംഘടന, അല്ലെങ്കിൽ AUBA എന്ന് പറയുന്ന നമ്മുടെ അഖിലേന്ത്യാ സംഘടന, ഇതൊക്കെ വലിയ ചരിത്ര പാരമ്പര്യമുള്ള സംഘടനകളാണ്. നിരവധി നേതാക്കളെ സംഭാവന ചെയ്തിട്ടുള്ള സംഘടനയാണ്. നമ്മുടെ ഡാംഗെ, MK മണ്ഡൽ, RK അഗർവാൾ, രായ്താത്ത പോലുള്ള വലിയ നേതാക്കൾ യൂണിയൻ ബാങ്കിൻ്റെ അഖിലേന്ത്യാ സംഘടനയെ നയിച്ച സഖാക്കളാണ്. കോർപ്പറേഷൻ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ നേതാവായ സഖാവ് MK ഭട്ടക്ക് 1954 ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടപ്പെട്ട് ഏകദേശം 40 വർഷം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സഖാവാണ് സഖാവ് MK ഭട്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അഖിലേന്ത്യയിൽ AIBയിലെ ഉള്ള നമ്മുടെ യൂണിയൻ ആന്ധ്ര ബാങ്കിലാണെങ്കിലും സഖാവ് രവീന്ദ്രനാഥിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘടനകളാണ്. കേരളത്തിലാണെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ PS ബാലൻ്റെ നേതൃത്വത്തിൽ, അതിനുശേഷം സഖാവ് ജെയിംസ് കുട്ടിയുടെ നേതൃത്വത്തിൽ, VP രാഘവൻ, രമേഷ് റാവുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒട്ടനവധി സ്ട്രോങ് അഫിലിയേറ്റ്സാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, എംപ്ലോയീസ് യൂണിയൻ കേരള. അതുകൊണ്ടാണ് ഇവിടെ AKBFനെ പ്രതിനിധീകരിച്ച് നിരവധി നേതൃസഭകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സഖാവ് CD ജോസൻ, നമ്മുടെ സീനിയർ വൈസ് പ്രസിഡന്റ് സഖാവ് രാമകൃഷ്ണൻ, AKBFൻ്റെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സഖാവ് AC ജോസഫ്, സെക്രട്ടറി CK ജയപ്രകാശ്, ഓർഗനൈസിംഗ് സെക്രട്ടറി U ഷാജി, ട്രഷറർ P ജയപ്രകാശ് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു നേതൃനിര ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് AKBFും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും എംപ്ലോയീസ് യൂണിയനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ, ദൃഢമായ ബന്ധത്തിൻ്റെ പേരിലാണ് ഇവിടെ സൂചിപ്പിച്ച ജില്ലാ സെക്രട്ടറിമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്നിട്ടുള്ളത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയനും നമ്മുടെ AKBFും തമ്മിലുള്ള നമ്മുടെ ബോണ്ടേജ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഒരുപാട് ഇന്നവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. നിങ്ങളുടെ ഉദിത്ത് എന്ന് പറയുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരള ഡിജിറ്റൽ ഇംപ്ലിമെൻറ്റേഷൻ ടീം എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്ന ഒരു ടീമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അതീതമായ സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് എന്നല്ല അഖിലേന്ത്യാ വ്യാപകമായി JIB CIB ക്ലാസുകൾ വളരെ മനോഹരമായി കഴിഞ്ഞ 3-4 വർഷങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സമ്മേളനത്തിലും കാണാത്ത രീതിയിലാണ് സംസാരിക്കുന്ന ആളുടെ ഫോട്ടോ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ പ്രിൻ്റ് അടിച്ച് എത്തിക്കുന്ന രീതിയിലാണ് ആ ഡിജിറ്റൽ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു ടീമാണ് ഇവിടെ ഉള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സംഘടനാപരമായി ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബാങ്കിങ് മേഖലയൊക്കെ സ്പർശിച്ചുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ സംസാരിച്ചു. വലിയ വെല്ലുവിളികൾ നിറയുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത്. ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ കാര്യം സഖാവ് ശങ്കർ ഇവിടെ സൂചിപ്പിച്ചു. ഈ കാസയുടെ കാര്യവും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ കാസയുടെ പെർസെൻറ്റേജ് 54% ഉണ്ടായിട്ടും
ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാസ പെർസെൻറ്റേജ് 54% ഉണ്ടായിട്ടും വൈ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് മെർജ്ഡ് എന്നുള്ള ചോദ്യമാണ് നമ്മൾ മുമ്പാകെ ശങ്കർ ഇവിടെ വെച്ചത്. അപ്പോൾ ആ രീതിയിൽ നിരവധി പ്രശ്നങ്ങളും നിരവധി വെല്ലുവിളികളും ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യാനുസരണം ഒരുപാട് അജണ്ട ഗവൺമെൻറ്റിന് മുമ്പാകെ ഉണ്ട്. ഡോണ്ട് തിങ്ക് ദറ്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ നോട്ട് ബി പ്രൈവറ്റൈസ്ഡ് ഓർ മെർജ്ഡാണ് ശങ്കർ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൈവറ്റൈസേഷൻ അവരുടെ ഒരു പെറ്റ് അജണ്ടയാണ്, മെർജർ അവരുടെ ഒരു പെറ്റ് അജണ്ടയാണ്. കുറേ കാലം മെർജറെക്കുറിച്ചും അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് തന്നെ നിർമ്മല സീതാരാമൻ്റെ ഒരു പ്രഖ്യാപനം നമ്മളൊക്കെ കണ്ടതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ONGC പോലുള്ള സ്ഥാപനങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നിട്ടുള്ളതാണ്. സഹോ കൃഷ്ണ സംസാരിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചു 1964 ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസേഷൻ്റെ 13ാം സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആ പശ്ചാത്തലവും അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഫെബ്രുവരി 9 2024 ഫെബ്രുവരി 9 നമ്മുടെ ഈ 13ാം സമ്മേളനത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിമംബറൻസ് എന്ന രീതിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ നടത്തിയ ആ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഇവിടെ സഖാവ് കൃഷ്ണ സൂചിപ്പിച്ചു. അപ്പോൾ ആ 13ാം സമ്മേളനത്തിൽ ഉയർത്തിയ 2 പ്രധാന മുദ്രാവാക്യമാണ്. ഒന്ന്, നോ മോർ ട്രൈബ്യൂണൽസ് വി വാണ്ട് ബൈപാർട്ടൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ലോഗനും ഇനിയൊരു സ്ലോഗനാണ് നാഷണലൈസ് ബാങ്കിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്ലോഗൻ. ആ നാഷണലൈസ് ബാങ്കിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സ്ലോഗൻ നമ്മൾ ഏറ്റുപിടിച്ച് സമരം ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് 1969 യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യപ്പെടുന്നതും 1980 ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും നാഷണലൈസ് ചെയ്യപ്പെടുന്നു. ഇന്ന് ഗവൺമെൻറ് അതിൻ്റെ റിവേഴ്സൽ പ്രോസസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മെർജ് ചെയ്ത് ബാങ്കുകളുടെ എണ്ണം കുറയ്ക്കുക, എണ്ണം കുറച്ച ശേഷം അത് സ്വകാര്യവൽക്കരിക്കാൻ സാധിക്കുമോ എന്ന് ആഗ്രഹിക്കുക. ആ രീതിയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. നോ മോർ ട്രൈബ്യൂണൽ വി വാണ്ട് ബൈപാർട്ടൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ ആ ഡിമാൻഡും നമുക്ക് 1966 നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചു. ഇന്നിപ്പോൾ 12th ബൈപാർട്ടൈറ്റ് സെറ്റിൽമെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ഒപ്പുവയ്ക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ഇവിടെ സ്ഥിരം നിയമനം ഇല്ലാതാക്കിക്കൊണ്ട് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ റിക്രൂട്ട്മെൻറ്റ് മരവിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഈ പറയുന്ന പൊതുമേഖലാ ബാങ്കുകളിലെ എസ്പെഷ്യലി ക്ലറിക്കൽ കാഡറിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ എണ്ണം വളരെ കുറച്ചുകൊണ്ട് ഇവിടെ സഖാവ് ശങ്കർ സൂചിപ്പിച്ചു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ വർഷം റിക്രൂട്ട്മെൻറ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് സൂചിപ്പിച്ചത്. മൊത്തമായി 6 ബാങ്കുകളാണ് ഇൻഡൻറ്റ് തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടി 6045 വേക്കൻസിക്കുള്ള ഇൻഡൻ്റാണ് 6 ബാങ്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന നമ്മുടെ ബൈപാർട്ടൈറ്റ് സെറ്റിൽമെൻറ്റ് നമ്മൾ ഒരുപാട് പോരാടി നേടിയ ബൈപാർട്ടൈറ്റ് സെറ്റിൽമെൻറ്റ് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള പെർമനൻറ്റ് നേച്ചർ ഓഫ് വർക്ക് ഫോഴ്സിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലറിക്കൽ കാഡറിൽ റിക്രൂട്ട്മെൻറ്റ് കുറയ്ക്കുന്നു, സബോർഡിനേറ്റ് സ്റ്റെഫ് കാഡറിൽ റിക്രൂട്ട്മെൻറ്റേ ഇല്ല, കാഷ്വൽ വർക്കേഴ്സിനെ ധാരാളം കൊണ്ടുവരിക, ഇവിടെ കൃഷ്ണ സൂചിപ്പിച്ച ബിസിനസ് കറസ്പോണ്ടൻസ്, അപ്രൻറ്റീസുകൾ, ഇങ്ങനെ ഒരു പാരലായിട്ട് ഈ ബാങ്കിൻ്റെ ഉള്ളിലുള്ള ജോലികൾ ചെയ്യാൻ പെർമനൻ്റ് അല്ലാത്ത നേച്ചറിലുള്ള ടെമ്പററി ആളുകളെ വളർത്തിയെടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനെതിരെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ പോരാടേണ്ടതുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ പോരാടിയാൽ മാത്രമേ നമ്മുടെ ജോലിക്ക് നിലനിൽപ്പുള്ളൂ, നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പണമാണ് ബാങ്കുകളിൽ ഉള്ളത്. അതുകൊണ്ട് ബാങ്കുകൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ആവണം എന്നുള്ള ആശയമാണ് 1946 മുതൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ പോരാട്ടം അനിവാര്യമാണ്. നമ്മുടെ ഈ പറഞ്ഞ ബൈപാർട്ടൈറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന നമ്മൾ പോരാടി നേടിയ ആ ഒരു ജോബ് സെക്യൂരിറ്റി സർവീസ് കണ്ടീഷൻസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാഡറിലുള്ള റിക്രൂട്ട്മെൻറ്റ് വലിയ രീതിയിൽ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ആ പോരാട്ടങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ചില ചുമതലകളുണ്ട്. നമ്മുടെ ചുമതല എന്ന് പറയുന്നത് ഈ പോരാട്ടം നടത്തുന്ന സമയത്ത് വെറുതെ ഒരു സ്ട്രൈക്ക് കോൾ കൊടുത്തിട്ട് AIB വെറുതെ ഇരിക്കുകയല്ല. അതിന് മുമ്പ് ധാരാളം ക്യാമ്പയിൻ പ്രോഗ്രാംസ്
ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. എപ്പോഴും നമ്മൾ ഡെമോൺസ്ട്രേഷൻ നടത്തും, ധർണ നടത്തും, നമ്മൾ പണിമുടക്ക് ദിവസം റാലി നടത്തും, ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തും. ആ പരിപാടികളിലെല്ലാം നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ 550ഓളം സഖാക്കൾ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ AIBA കൊടുക്കുന്ന കോളുകൾ, AKBF കൊടുക്കുന്ന കോളുകൾ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കൊടുക്കുന്ന കോളുകൾ, അല്ലെങ്കിൽ അവിടുന്ന് ആഹ്വാനങ്ങൾ അനുസരിച്ച് തെരുവിലിറങ്ങി നടക്കുന്ന പോരാട്ടങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും സ്വയം ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ പറയുവാനുള്ളത്. ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് സഖാക്കൾ ചെയ്തത് കൊണ്ടാണ് നമ്മളൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ നിന്ന് നിൽക്കുന്നത്. ഈ ടൗൺ ഹാളിൻ്റെ ഉള്ളിൽ നമ്മളൊരു മീറ്റിംഗ് കൂടി, നമുക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങളൊക്കെ നമ്മുടെ നേതൃസഖാക്കൾ ചെയ്തു കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമ്മളൊരു സമ്മേളനം നടത്തുന്നു. നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ജോലി നമുക്കുണ്ട്. നമ്മുടെ ശമ്പളം ഒരു നല്ല രീതിയിലുള്ള സാലറിയാണ്. ഈ 12th ബൈപാർട്ടൈറ്റ് സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ സഖാവ് ഇവിടെ പത്മനാഭൻ സൂചിപ്പിക്കേണ്ടായ സ്പെഷ്യലിസ്റ്റിൻ്റെ സാലറി 7000 രൂപ കൂടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള നേതാക്കളുടെയൊക്കെ ത്യാഗം കൊണ്ടാണ് നമുക്കൊക്കെ ഇതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾക്ക് വലിയ ത്യാഗവും നമ്മൾ ചെയ്തിട്ടില്ല. സഖാവ് പ്രഭാത്കർ ജോലി കളഞ്ഞിട്ടുള്ള ത്യാഗമാണ് സഖാവ് പ്രഭാത്കർ ചെയ്തിട്ടുള്ളത്. സഖാവ് പ്രഭാത്കർ വേറെ ഏതോ ബാങ്കിൻ്റെ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട സഖാവാണ് സഖാവ് പ്രഭാത്കർ. സഖാവ് പർവാന 2 ബാങ്കിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട സഖാവാണ്. സഖാവ് AVG നായർ, സഖാവ് TK, ഇവരെല്ലാവരും ത്യാഗം ചെയ്ത് നേടിയെടുത്തിട്ടുള്ളതാണ് നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും. അപ്പോൾ ആ ആനുകൂല്യങ്ങൾ സംരക്ഷണമെന്നുണ്ടെങ്കിൽ നമ്മളും കുറേ ത്യാഗം ചെയ്താൽ മാത്രമേ നമുക്ക് അതെല്ലാം ഈ റൈറ്റ്സ്, പ്രിവിലേജസ് എല്ലാം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവരെ പോലത്തെ ത്യാഗമൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ത്യാഗമെന്ന് പറയുന്നത് കുറച്ച് സമയം സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം ചെലവഴിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം എന്നാണ് ഈ വേളയിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1.5 മണിക്ക് മുമ്പ് നമ്മുടെ ജനറൽ സെക്രട്ടറി റിപ്പോർട്ടും സഖാവ് ചിദംബരത്തിൻ്റെയും പ്രസംഗം കൂടി തീരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇനിയൊരു ചാലഞ്ച് കൂടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരളയിലെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്ന്, നമുക്ക് ഈ ലയനത്തിന് ശേഷം നമ്മൾ ഈ സംസ്ഥാനത്ത് നമ്മുടെ സംഘടന മെജോറിറ്റി സംഘടനയായി എല്ലാ IR മീറ്റിങ്ങുകളിലും നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഫോർമഡബിൾ സ്റ്റേറ്റസ് നമ്മൾ എൻഷ്യൂർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ മറ്റ് സംഘടനയായ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് കുറച്ചൊരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് യൂണിയൻ ബാങ്കിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിന് ശേഷം പുതിയ ഒരു ടീം എമർജ് ചെയ്ത് വരും. 3 സംഘടനകളുടെയും, അതായത് നമ്മുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, യൂണിയൻ ബാങ്കിലുള്ള സഖാക്കൾ എല്ലാവരും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ടീം എന്തായാലും ഇവോൾവ് ചെയ്ത് വരും. ആ ടീം തീർച്ചയായിട്ടും കുറേ യങ്സ്റ്റേഴ്സും കുറേ സീനിയേഴ്സൊക്കെ ഉള്ള ഒരു ടീമായിരിക്കും. അപ്പോൾ ആ ടീം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് സ്ട്രാറ്റജിക്കലായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ശാഖാ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ മഹത്വം ഈ പറയുന്ന യൂണിയൻ ബാങ്കിലെ ഉള്ള ബെഫി സഖാക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് യൂണിയൻ ബാങ്കിലെ നമ്മൾ നേടിയെടുക്കുന്ന എല്ലാ അച്ചീവ്മെൻറ്റ്സും ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൻ്റെയും മിടുക്കും കൊണ്ടാണെന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ബെഫിയിൽ നിന്ന് ഉള്ള സഖാക്കളെ നമ്മുടെ സംഘടനയിലേക്ക് മാറ്റി അടുത്ത ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ കേരള മാത്രം ഒരു ഏക സംഘടനയെ ഈ സംസ്ഥാനത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തണം എന്നാണ് AKBFൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സഖാവ് അനന്തകൃഷ്ണൻ മാത്രമോ അല്ലെങ്കിൽ സഖാവ് രജീന്ദ്രൻ മാത്രമോ വിചാരിച്ചാൽ നടക്കില്ല. യൂണിയൻ ബാങ്കിലെ കേരളത്തിലെ മുഴുവൻ AIB സഖാക്കളും ഒരുമിച്ച് ഏക മനസ്സോടെ കൂടി പ്രവർത്തിച്ചാൽ ഈ ബെഫിയിലുള്ള മുഴുവൻ സഖാക്കളെയും മാറ്റാം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളെല്ലാവരും നടത്തുവാൻ AKBFൻ്റെ എല്ലാവിധ സഹായങ്ങളും പിന്തുണയും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ഇതാ കണ്ടില്ലേ, സംസാരിച്ച് നിർത്തുമ്പോഴേക്കും സാധനം കയ്യിൽ.
നമ്മുടെ ഓൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് അസോസിയേഷൻ നേതാവ് തമിഴ്നാട് ജനറൽ സെക്രട്ടറിയുമായ സഖാവ് എ ചിദംബരം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. Respected President of this conference and also the Union, Comrade Anandakrishnan, General Secretary Comrade Ramesh Rao, and our comrades from AKBF, Comrade Ram Prakash and Krishna, our beloved General Secretary AUBA, Comrade Shankar, Badmanabhan Vice President, our veteran leader, Comrade BPS Balan, and other comrades on the dais, dear comrades and friends. At the outset, I wish your conference every success. On behalf of Union Bank Employees Union Tamil Nadu and its 2,400 brothers and sisters, it is a great opportunity for me to be amongst you on this 37th conference of Union Bank of India Employees Union Kerala. Actually, Tamil Nadu and Kerala is having a relationship for more than last 40 years. And it was a time we were having only one zonal office at Chennai, and it was catering to the needs of Kerala. And the Kerala comrades' issues were taken up by our Comrade Balan and James Kuti, and we were following it up at Chennai. And it was all wonderful days. And way back, when it was in AUBF, and our organizations were part of that, and later we have become part of AUBA in 80 and later. And the relationship continues, and I have the great opportunity of attending almost all of your conference for the last 30 years. And it is really a very happy moment where all the three unions have come together. It is a unification conference. And this mergers of banks is not our option. It is thrust upon us by the government of India. And this merger has posed a lot of problems to us. Banks have the authority and they simply got merged. But unions have only accountability and responsibility. And without authority, amalgamating the unions itself is a big task. Three banks had three different cultures. Three unions had their own different cultures. All these have to be integrated into one. That is really a great job. With the guidance of AUBA, now almost all the states have done this wonderfully well. And today, with your conference, except one or two, all other states have completed their conference. That integration part is almost over. And it is this integration process. And only we require little maturity and flexibility to accommodate the rest of our comrades. And you have done it exemplarily well. I am confident this conference will elect a new team with experience and young to take this organization way forward in the days to come. And I am also confident that your association will become one and only union in Union Bank of India in the state of Kerala in the days to come. And with regard to the 12th bipartite settlement, and Comrade Shankar has explained in detail, Ram Prakash also, and it is no doubt AIBA will ensure that 12th bipartite is settled to our satisfaction. Among the 11 bipartite settlement, 11th bipartite settlement gave the highest financial benefit to us. And no doubt 12th settlement will give more financial benefit than the 11th bipartite settlement. There is also no doubt. And 5-day week will also come. That is also not a problem. But I am concerned about another thing. What is our relevance with regard to today's banking situation? Digitalized environment, our relevance. And in fact, last more than 2-3 settlements, our job role is not properly defined.
to suit this digitalized environment. Still we have our old duties and responsibilities, and that has to undergo a change. And in fact, this manual work when we were doing a lot of clerical job. Now everything is eaten away by the technology, and today you don't have any nature of clerical work except doing entry. That too in Union Bank of India, because of maker-checker concept, we do only entry level, and the authorization is done by the officers. In today's environment, if we go through, out of 100 transactions, 90 transactions of the bank is happening outside the branch network. That is happening through alternate channels. Hardly 10% of the work is undertaken at the branch level. And in this situation, if we don't realize, our relevance will be out of place in the whole system. And if we have to be relevant, our job role and job has to be enriched or redefined to suit the needs of today. That is very important. I am confident this 12th bipartite settlement will take care of that particular issue and will enhance the role of clerical staff in the banking environment. And Comrade Shankar was telling about this creation of specialists in post. 862 specialists are created. Now this April to June, we will undertake the process of completing the rest of the higher assignment of head cashier and others. Single window B may not be happening because single window A and B is likely to be merged into single window B in the 12th bipartite settlement. So this recruitment process is very important to relieve all the comrades who are getting higher assignment or transfer orders. In the absence of any recruitment, it will be very difficult for us to relieve the comrades who are getting the higher assignment or transfer orders. And my request is, all India should immediately take immediate steps to ensure that recruitment is happening in Union Bank of India, without which it is going to be difficult for the comrades to go to their place of choice. So with these few words, I once again thank the comrades for giving me an opportunity to greet your conference, wishing your conference every success. Thank you, comrades. അടുത്ത ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരണമാണ്. ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജനറൽ സെക്രട്ടറി സഖാ രമേശ് റാവുവിനെ ക്ഷണിക്കുന്നു.